ഇന്ന് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമാണ് യോഹന്നാന്റെ സുവിശേഷം. അതുകൊണ്ട് തന്നെ ഒത്തിരി വിശദീകരണത്തിന്റെ ആവശ്യമില്ല. എങ്കിലും നമുക്ക് പ്രായോഗിക ജീവിതത്തിൽ കുറിക്കൊള്ളുവാൻ ആവശ്യമായ വിഷയങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് തരുന്നതിനനുസരിച്ച് പങ്കുവയ്ക്കാമെന്നാണ് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം ആരംഭിക്കുമ്പോൾ ആദ്യത്തെ വിഷയം വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ ശാസ്ത്രിമാരും പരീശന്മാരും യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരുന്നു. അതാണ് അവിടെ നടക്കുന്ന സംഭവം. ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് എന്തൊക്കെ പാഠങ്ങളാണ് ആത്മീകമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നത് എന്നുള്ളതാണ് ചിന്തിക്കുവാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ഈ വേദഭാഗത്ത് പ്രധാനമായും ദൈവത്തിന്റെ നീതിയും സ്നേഹവും കൃപയും എങ്ങനെയാണ് പ്രവൃത്തിപദത്തിൽ വരുന്നത്. നമുക്കറിയാം, ദൈവം നീതിമാനാണ്, അതേസമയം ദൈവം സ്നേഹവാനാണ്, കൃപ ചൊരിയുന്നവനാണ്. ഈ മൂന്ന് കാര്യങ്ങൾ എങ്ങനെയാണ് ഒരേ സമയം വരുന്നത് അല്ലെങ്കിൽ വെളിപ്പെടുന്നത്, പ്രവൃത്തിപദത്തിൽ വരുന്നത് എന്നുള്ളതാണ് ഈ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോടുള്ള ബന്ധത്തിലെ പരാമർശത്തിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന വിഷയം. ഇവിടെ യഹൂദന്മാര്, നമുക്കറിയാം, പശ്ചാത്തലം കൂടാരപ്പെരുന്നാളിനോടുള്ള ബന്ധത്തിലാണ് കർത്താവ് ഇപ്പോൾ ദേവാലയത്തിലായിരിക്കുന്നത്. ആദ്യത്തെ ദിവസത്തെ പ്രോഗ്രാം കഴിഞ്ഞ് കർത്താവ് ഒലിവ് മലയിലേക്ക് പോയി. പിന്നീട് പിറ്റേ ദിവസം രാവിലെ അവൻ വീണ്ടും ദേവാലയത്തിൽ വന്നു. അങ്ങനെയാണ് 8-ാം അധ്യായം ആരംഭിക്കുന്നത്. ആദ്യകാലത്ത് അവൻ പിന്നെയും ദൈവാലയത്തിൽ ചെന്നു. അവൻ ഇരുന്ന് അവരെ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവനോട്. അപ്പോൾ സ്വാഭാവികമായിട്ടും യെരുശലേം ദേവാലയത്തിൽ അല്ലെങ്കിൽ ദേവാലയത്തിൽ ഒരു പെരുന്നാൾ നടക്കുകയാണ്, ഉത്സവം നടക്കുകയാണ്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ പള്ളിയിൽ പെരുന്നാൾ നടക്കുന്നതായിട്ടും. അപ്പൊ ആയിരക്കണക്കിന് യഹൂദന്മാർ, സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ കൂടി വരുന്ന ഒരു സ്ഥലത്ത് കർത്താവ് ഇരുന്ന് ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ നടുവിലേക്ക് തങ്ങൾ ഒരു വീരകൃത്യം ചെയ്യുന്നു എന്നുള്ള ഒരു മനോഭാവത്തിൽ ഒരു സ്ത്രീയെ അവർ പിടിച്ചുകൊണ്ടുവരികയാണ്. അവിടെ പ്രത്യേകമായി യോഹന്നാൻ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമുണ്ട്, വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു. അപ്പൊ വ്യഭിചാരത്തിൽ ഏർപ്പെട്ട ആ സ്ഥലത്തുനിന്ന് പിടിച്ചോണ്ട് വന്നു എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ആ പാപത്തിന്റെ ഗൗരവം കർത്താവിന്റെ മുമ്പിൽ വെളിപ്പെടുത്തിയിട്ട് കർത്താവിന്റെ മുമ്പിൽ അവരൊരു ലോ വെക്കുകയാണ്. അവിടെയാണ് കർത്താവ് അത് വിഷയത്തോട് എങ്ങനെ ഇടപെടുന്നു എന്നുള്ളത് അവിടെ നടുവിൽ നിർത്തി അവനോട്, ഗുരു, ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു. ഈ തന്നെ എന്ന വാക്ക് എന്തിനാണ് ഇവർ എടുത്തു പറയുന്നത്? അതിനൊരു കാരണമുണ്ട്. അടുത്ത സെന്റൻസിൽ പറയുന്നു, ഇങ്ങനെയുള്ളവരെ കല്ലെറിയണം എന്ന് മോശെ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു. മോഷണമല്ല, മറ്റേ പരദോഷണം പറഞ്ഞതല്ല, വേറെ ഒരു പാവവുമല്ല, ഇത് വ്യഭിചാരമാണ്. അത് ന്യായപ്രമാണ പ്രകാരം കല്ലെറിഞ്ഞു കൊല്ലേണ്ട ഒരു വിഷയമാണ്. ഈ വിഷയമായിട്ട് അവർ കർത്താവിന്റെ മുമ്പിലേക്ക് വരികയാണ്. അപ്പോൾ ഈ വരുന്നതിന്റെ ഉദ്ദേശം ഇതിന് ന്യായമായ ഒരു പരിഹാരം വരുത്തുക എന്നുള്ളതല്ല. നമ്മൾ അതിന്റെ 6-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഇത് അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ച് ചോദിച്ചതാകുന്നു. അപ്പോൾ കർത്താവിന്റെ മേലൊരു കുറ്റം ആരോപിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ അവർ വന്നത് യെരുശലേം ദേവാലയത്തിലാണ്, വന്നത് കൂടാര പെരുന്നാൾ ആഘോഷിക്കുവാനാണ്. പക്ഷെ ഇവരുടെ ഉള്ളിലെ മനോഭാവം എന്ന് പറയുന്നത് കർത്താവിന് ഏത് വിധേന ഒന്ന് കൊടുക്കണം എന്ന് പറഞ്ഞാൽ കർത്താവിനെ ഒന്ന് കുറ്റം വിധിക്കണം, കർത്താവിന്റെ ക്ലെയിംസിനെ ഒന്ന് വിമർശിക്കണം എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ ഇവർ ഉദ്ധരിക്കുന്ന ഒരു വാക്യം, ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന് മോശ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. മോശ ന്യായപ്രമാണത്തിൽ വാസ്തവത്തിൽ എന്താ കൽപ്പിച്ചിരിക്കുന്നത്? അവിടെ ലേവ്യ പുസ്തകം 20-ാം അധ്യായം 10-ാം വാക്യത്തിലും ആവർത്തനം 22-22, ലേവ്യ 20-10, ആവർത്തനം 22-22, ഈ വേദഭാഗത്താണ് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോടും പുരുഷനോടും എന്ത് ചെയ്യണം എന്ന് പറയുന്നത്. അവിടെ ന്യായപ്രമാണം പറയുന്ന വിഷയം ഇരുവരെയും കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ്. എന്നാൽ ഇവരിവിടെ ചെയ്തിരിക്കുന്ന പ്രവൃത്തി എന്താ? സ്ത്രീയെ മാത്രമേ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളൂ, പുരുഷനെ അവർ എക്സ്ക്യൂസ് ചെയ്തു. അപ്പോൾ കർത്താവ് ആ വിഷയത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. അവര് ചോദിക്കുന്ന ചോദ്യം 5-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്തിൽ വരുമ്പോൾ, നീ ഇവളെ കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചു. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന വിഷയം, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ അവിടെ കൊണ്ടുവന്നു, ന്യായപ്രമാണ പ്രകാരം കല്ലെറിഞ്ഞു കൊല്ലണം. ഇവരെ കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവന്നതിന് 2 ഉദ്ദേശമുണ്ട്. കർത്താവിനെ ഒന്ന് പൂട്ടുക അല്ലെങ്കിൽ കുടുക്കുക എന്നുള്ളതാണ് വിഷയം. അവളെ കൊല്ലണം എന്ന് പറഞ്ഞാൽ രക്ഷിതാവായി വന്ന കർത്താവിന്റെ അല്ലെ മശികയാണ് താൻ എന്നുള്ള കർത്താവിന്റെ അവകാശവാദത്തിന് അത് വിരോധമാണ്.
കാരണം കൃപയോടുകൂടി ദൈവ സ്നേഹവാനാണ് എന്ന് കാണിക്കുവാനായിട്ടാണ് കർത്താവ് വരുന്നത്. അപ്പോൾ അത് കർത്താവിന്റെ ക്ലെയിംസിന്, ഉപദേശത്തിന് വിരുദ്ധമാണ്. ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും ഒക്കെ പറയുന്ന കർത്താവിന്റെ ഉപദേശത്തിന് അത് വിരോധമാണ്. ഇനി കൊല്ലരുത് എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണ ലംഘനമായി. അപ്പോൾ ഏത് വിധേനയായാലും കർത്താവിനെ കുറ്റം വിധിക്കണം എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. എന്നാൽ കർത്താവ് അവിടെ ചെയ്യുന്ന പ്രവൃത്തി ആറാം വാക്യത്തിലേക്ക് വരുമ്പോൾ, യേശുവോ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. ഇതിന് പലരും പല ഊഹാപോഹങ്ങൾ. ഇപ്പൊ എന്താ എഴുതിയെന്ന് വചനത്തിൽ പറയാത്തതുകൊണ്ട് നമ്മൾ അത് കണ്ടുപിടിക്കാൻ പോകണ്ട. പലരും പല കാര്യങ്ങളും പറയുന്നുണ്ട്, കമന്റേറ്റേഴ്സ് പല അഭിപ്രായവും പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ കർത്താവ് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു എന്നതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വിഷയം, ഇവര് വളരെ തീവ്രമായ ആഗ്രഹത്തോടു കൂടി ഈ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലണം എന്ന ലക്ഷ്യത്തിൽ വരികയാണ്. എന്നാൽ കർത്താവ് ആ അറ്റ്മോസ്ഫിയർ, ആ അന്തരീക്ഷത്തെ ഒന്ന് കാമാക്കുവാൻ വേണ്ടി, അവർക്കൊരു വിചിന്തനത്തിന് ഒരു അവസരം കൊടുക്കുവാനായിട്ട് കർത്താവ് ആ വിഷയം മൈൻഡ് ചെയ്യാതെ നിലത്ത് എഴുതിക്കൊണ്ടിരുന്നത് നമുക്ക് മനസ്സിലാക്കാം. കർത്താവിന് അതിനൊരു ഉദ്ദേശമുണ്ട്. താഴെ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ അടുത്ത വാക്യത്തിൽ വായിക്കുന്നത്, 7-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗത്ത് വായിക്കുന്നത്, അവർ അവനോട് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ നിവർന്നു. അപ്പോൾ നീ ഇവളെ കുറിച്ച് എന്തു പറയുന്നു? ഇതാണ് അവർ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യം. ഈ സ്ത്രീയെ കുറിച്ച് നിനക്ക് എന്താണ് പറയുവാനായിട്ടുള്ളത്? അല്ലെങ്കിൽ ഇവളോട് എന്ത് ചെയ്യണമെന്ന് നീ പറയണം. ന്യായപ്രമാണം പറയുന്നു കല്ലെറിഞ്ഞു കൊല്ലണം, നീ എന്തു പറയുന്നു? അപ്പൊ ഇത് വളരെ പ്രായോഗികമായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഈ കർത്താവ് ഒരു വിഷയത്തെ എങ്ങനെയാണ്, നമുക്കറിയാം, ഹൈലി ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ. ആ സ്ത്രീയുടെ മാനസികാവസ്ഥ ഒന്ന് ചിന്തിക്കാം. പെരുന്നാളിന് ദേവാലയത്തിൽ ഈ ജനം മുഴുവനും കൂടിയിരിക്കുക. സ്വാഭാവികമായിട്ടും കല്ലെറിഞ്ഞു കൊല്ലേണ്ട ഒരു വ്യക്തി അങ്ങനെ പരസ്യമായിട്ട് കൊണ്ടുവന്നാണ് കല്ലെറിഞ്ഞു കൊല്ലുന്നത്. അത് ആഖാനെയൊക്കെ കല്ലെറിഞ്ഞു കൊല്ലുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇസ്രായേലിൽ നിന്നും ദോഷം വിട്ടുമാറിപ്പോകുവാനായിട്ട് അവനെ ജനത്തിന് മുമ്പാകെ വെച്ച് കല്ലെറിഞ്ഞു കൊല്ലണം. അപ്പോൾ അതാണ് പ്രമാണം. അതിനുവേണ്ടി ഒരുങ്ങി ഇവരെല്ലാം കൂടെ വന്ന് ഇപ്പോൾ കർത്താവ് ഈ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലാനായിട്ട് പറയും, ന്യായപ്രമാണം നിവർത്തിക്കണം. അങ്ങനെ എറിഞ്ഞു കൊന്നാൽ ഈ പറയുന്ന മശിഹ എന്നുള്ള കർത്താവിന്റെ ക്ലെയിമിന്, അവകാശവാദത്തിന് അവിടെ ലംഘനം വരും. അവര് എന്തു പറയും എന്നതിനെ കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് നിവർന്നു. അപ്പോൾ ഏറെ നേരമായിട്ട് ഇവളെ കുറിച്ച് നീ എന്തു പറയുന്നു അത് ഇവരെ യഹോവ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് നിശബ്ദനായിട്ട് ഇരിക്കുക. എന്നിട്ട് കർത്താവ് നിവർന്നിട്ട് 7-ാം വാക്യത്തിൽ പറയുന്ന ഒരു വിഷയം, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഒന്നാമത് ഇവളെ കല്ലെറിയുക. കർത്താവിന്റെ, നമ്മൾക്കറിയാം, കർത്താവ് നമ്മൾ ആദ്യം ചിന്തിച്ച വിഷയം ഈ വേദഭാഗത്ത് അല്ലെങ്കിൽ ഈ സംഭവത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ കൃപയും എങ്ങനെയാണ് ഒരുമിച്ച് സമ്മേളിച്ചത് എന്നുള്ള വിഷയം. വ്യഭിചാരം എന്ന് പറയുന്നത് പാപമാണ്, അത് ശിക്ഷാർഹമാണ്. ന്യായപ്രമാണപ്രകാരം അത് ശിക്ഷിക്കപ്പെടേണ്ടതാണ്. ആ ശിക്ഷ ഒഴിവാക്കണമെന്ന് കർത്താവ് അവിടെ പറഞ്ഞിട്ടില്ല. ന്യായപ്രമാണത്തെ കർത്താവ് ലംഘിച്ചില്ല. മറിച്ച് കർത്താവ് പറഞ്ഞ ഒരു വിഷയം, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഒന്നാമത് ഇവളെ കല്ലെറിയട്ടെ. അപ്പോൾ ഇവിടെ കർത്താവ് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മളോട് ഡയറക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരോട് ആവശ്യപ്പെടുന്ന രംഗം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒന്നാമതായിട്ട്, ഇവര് ഈ സ്ത്രീയെയാണ് നോക്കുന്നത്. നീ ഇവളെ കുറിച്ച് എന്തു പറയുന്നു? അവിടെ അനേക പുരോഹിതന്മാരുണ്ട്, സദൂക്യരുണ്ട്, പരീശന്മാരുണ്ട്, സാധാരണ ജനങ്ങളുണ്ട്, സ്ത്രീ പുരുഷന്മാരെല്ലാവരും ഉണ്ട്. പക്ഷെ എല്ലാവരുടെയും ഫോക്കസ് ഈ സ്ത്രീയാണ്. ഒരു വാക്ക് കേട്ടാൽ കല്ലെറിഞ്ഞു കൊല്ലാനായിട്ട് എല്ലാവരും റെഡിയായിട്ട് നിൽക്കുമ്പോൾ കർത്താവ് അവരോട് പറയുന്ന വിഷയം, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ. ഓരോ വാക്കിനും അതിൻ്റെതായ അർത്ഥമുണ്ട്. ആദ്യത്തെ കല്ല് പാപമില്ലാത്തവനിൽ നിന്ന് വേണം അവളുടെ മേൽ വീഴാൻ. എന്നിട്ട് യോഹന്നാൻ അത് വളരെ കൃത്യമായിട്ട് എഴുതി പറയുന്നുണ്ട്. അവ പിന്നെയും കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ അത് കേട്ടിട്ട് മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തരായി വിട്ടുപോയി. എന്തിനാ മൂത്തവരും ഇളയവരും എന്ന് എഴുതാൻ കാരണം? ദൈവാത്മാവിന് അതിന് ഉദ്ദേശമുണ്ട്. ഈ പ്രായത്തിൽ മൂത്തവർക്ക് പാപത്തിന്റെ അളവ് കൂടുതലായിരിക്കും, അത് തന്നെ വിഷയം. അപ്പൊ പാപത്തെക്കുറിച്ച് നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞപ്പോൾ മനസാക്ഷിയുടെ ആക്ഷേപ നിമിത്തം ഓരോരുത്തരായി അവിടെ നിന്ന് പിൻവാങ്ങിപ്പോയി. ഇത് നമുക്കറിയാവുന്ന വിഷയം, നമ്മൾ ഇഷ്ടംപോലെ തവണ വായിച്ചിട്ടുണ്ട്, സൺഡേ സ്കൂളിൽ പോലും കേൾക്കുന്ന വിഷയം. എന്നാൽ ഇവിടെ കർത്താവ് നമുക്ക് നൽകുന്ന ചില പാഠങ്ങൾ, അത് ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാകാം, ചിലപ്പോൾ പുതിയ ചിന്തയായിരിക്കാം. ഒന്നാമത്തെ വിഷയം, ഇവരുടെ ഫോക്കസ് അവിടെ സ്ത്രീ ആയിരുന്നു. എന്നാൽ കർത്താവ് അല്പശാന്തനായിട്ട് അവിടെ ഇരുന്ന ശേഷം ഇവരാവർത്തിച്ച് ചോദിച്ചിട്ടും ഇവർക്കൊരു മറുപടി കൊടുക്കാതെ കർത്താവ് ശാന്തമായിട്ടിരുന്നതിന് ശേഷം അവരോട് പറഞ്ഞ വിഷയം, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവളെ ആദ്യം കല്ലെറിയട്ടെ. തങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാനായിട്ടുള്ള ഒരു ആഹ്വാനം കർത്താവ് അവിടെ അവർക്ക് കൊടുക്കുക. അതുവരെ അവർ ഈ സ്ത്രീയെ നോക്കിയിരുന്നത്, സ്ത്രീ ചെയ്ത പാപത്തെയാണ് നോക്കിയിരിക്കുന്നത്. തങ്ങളുടെ ജീവിതത്തെ ഒരിക്കലും അവര്
തിരിഞ്ഞ് വിശകലനം. നമുക്കൊക്കെയുള്ള പരാജയം ഇത്. കർത്താവ് പലപ്പോഴും പറഞ്ഞു, സ്വന്തം കണ്ണിൽ കോലിരിക്കാൻ മറ്റുള്ളവന്റെ കണ്ണിലെ കരട് നോക്കി പോകരുത്. കർത്താവ് കൃത്യമായിട്ട് വാക്ക് പറഞ്ഞു. അപ്പോൾ ഇവിടെ ആ സ്ത്രീയിൽ നിന്നും അവരുടെ ഫോക്കസ് ജീവിതത്തിലേക്ക്, സ്വന്തം ജീവിതത്തിലേക്ക് ഡയറക്റ്റ് ചെയ്യുവാനായിട്ടാണ് കർത്താവ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കുറിക്കൊള്ളേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, തെറ്റ് കണ്ടാൽ നമ്മൾ ചൂണ്ടിക്കാണിക്കണം, തെറ്റ് തിരുത്തണം. ഇതൊക്കെ ആവശ്യമാണ്. അതിനുവേണ്ടി ആ ദൈവം വ്യവസ്ഥ വെച്ചിരിക്കുന്നത്. എന്നാൽ അവിടെ അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്നത് സ്വയനീതീകരണത്താൽ മറ്റുള്ളവരെ ശിക്ഷിക്കുവാനായിട്ട് ഇറങ്ങിത്തിരിക്കരുത്. ന്യായപ്രമാണ പ്രകാരം ആ സ്ത്രീ മരണം അനുഭവിക്കേണ്ടതാണ്. എന്നാൽ അവിടെ തന്നെ അനീതി നടന്നു. കാരണം പുരുഷനെ അവിടെ കൊണ്ടുവന്നിട്ടില്ല. ഈ പരീശന്മാരും ശാസ്ത്രിമാരും പുരുഷനെ ഒഴിവാക്കി. അവിടെ പുരുഷ മേധാവിത്വം ഉള്ളതുകൊണ്ടാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ VIP ആയതുകൊണ്ടാകാം, നമുക്കറിയില്ല. എന്തായാലും പുരുഷനെ ഒഴിവാക്കിയ സ്ത്രീയെ കൊണ്ട് മാത്രമാണ് വന്നത്. കർത്താവ് പറയുകയാണ്, ന്യായപ്രമാണത്തിൽ പറയുന്നത് സ്ത്രീയും പുരുഷനും തുല്യമായി ശിക്ഷ അനുഭവിക്കണമെന്ന്. ആ വാക്യങ്ങൾ ഈ 2 റെഫറൻസിൽ നമ്മളത് വായിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ഇവർ ഈ ഒരു അനീതി കൊണ്ടുവന്നപ്പോൾ കർത്താവ് അവരുടെ മുമ്പിലേക്ക് അവർ കൊണ്ടുവന്ന ആറ്റിറ്റ്യൂഡ്, ആ സ്ത്രീയെ കൊലയ്ക്ക് കൊടുക്കാനായിട്ട് കർത്താവിന്റെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ അവരുടെ മനോഭാവം തന്നെ തെറ്റായിരുന്നു എന്ന് കർത്താവ് അവർക്ക് വ്യക്തമാക്കി കാണിച്ചു കൊടുക്കുക. എന്ന് പറഞ്ഞാൽ കല്ലെറിഞ്ഞു കൊല്ലുവാൻ വേണ്ടി അവർ കൊണ്ടുവന്നത്. ന്യായപ്രമാണം കൊല ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നെങ്കിലും കർത്താവ് കൊടുത്ത പുതിയൊരു ഉപദേശം എന്ന് പറയുന്നത് സ്വയത്തിലേക്ക് നോക്കുക. സ്വയം നീതീകരണത്താൽ ഒരിക്കലും ന്യായവിധിക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുവാനായിട്ട് പാടില്ല. അവിടെ കർത്താവ് വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ച ഒരു വിഷയം എന്ന് പറയാൻ, എല്ലാ മനുഷ്യരും പാപികളാണ്. ഈ പരീശന്മാരും സദുക്യരും ഈ സ്ത്രീയെ പിടിച്ചുകൊണ്ട് അവൾ പാപിയാണ് എന്നും പറഞ്ഞ് കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്നു. അവർ തങ്ങളിലേക്ക് നോക്കിയപ്പോൾ എന്ത് കണ്ടു? തങ്ങളിലെ പാപം കണ്ടു. റോമാലേഖനം 3-23 വാക്യം വരുമ്പോൾ നമ്മൾ വായിക്കുന്ന ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അപ്പോൾ ദൈവിക ന്യായവിധി നടത്തുവാനായിട്ട് മനുഷ്യൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഈ ഒരു അടിസ്ഥാന പ്രമാണം മുന്നിൽ കുറിക്കൊള്ളണം. ഇത് സഭയോടുള്ള ബന്ധത്തിലും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. സഭയിൽ ദൈവം ശിക്ഷണ നടപടികൾ, ശിക്ഷണ ക്രമങ്ങൾ വെച്ചിട്ടുണ്ട്. എന്നാൽ കർത്താവ് പാലിച്ചിരിക്കുന്ന, കർത്താവ് വെച്ചിരിക്കുന്ന വ്യവസ്ഥ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്ഥാനത്ത് നിന്ന് മനുഷ്യനെ ന്യായം വിധിക്കാൻ ദൈവം മനുഷ്യനെ അനുവദിച്ചിട്ടില്ല. പാപത്തെക്കുറിച്ച് ബോധം വരുത്തണം, ശാസിക്കണം, തർജ്ജനം ചെയ്യണം, പ്രബോധനം ചെയ്യണം. ഇതൊക്കെ ആവശ്യമാണ്. എങ്കിലും തന്നിലേക്ക് നോക്കുന്ന ഒരനുഭവത്തിൽ നിൽക്കുമ്പോഴാണ് മനുഷ്യനെ ശരിയായ നിലയിലെ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് കഴിയുള്ളൂ. പലപ്പോഴും നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിൽ സംഭവിക്കുന്ന വിഷയം, നമ്മൾ പെർഫെക്റ്റ് ആണ്, 100% ഓക്കെ ആണ്, മറ്റുള്ളവരെല്ലാം കുറ്റക്കാരാണെന്നുള്ള ചിന്തയാണ്. അതാണ് വിശ്വാസ സമൂഹവും സ്ഥലം സഭയൊക്കെ തകർന്നടിയുവാനായിട്ടുള്ള കാരണം സെൽഫ് ജസ്റ്റിഫിക്കേഷൻ, സ്വയം നീതീകരണം, അതെല്ലാം മനുഷ്യർക്കും ഉണ്ട്. ഒരു വ്യക്തി വന്നിട്ട് നീ പാപം ചെയ്തു എന്ന് നമ്മൾ നേരെ വിരൽ ചൂണ്ടി പറയുമ്പോൾ നമ്മൾ തിരിച്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തിലുള്ള 10 കാര്യങ്ങൾ വേറെ കാണിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരിക്കലും അവിടെ ഒരു വിധേയത്വം വരുന്നു. കർത്താവ് സ്ത്രീയോട് നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു ഒന്നും കർത്താവ് അവിടെ പറഞ്ഞില്ല. കർത്താവ് നിലത്തെഴുതിക്കൊണ്ടിരുന്നു. എന്നിട്ട് അവിടെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം ഇവളെ കല്ലെറിയട്ടെ. അവർ വ്യക്തിപരമായിട്ട് അവർ സ്വയശോധന ചെയ്യുവാനായിട്ട് ദൈവം ഒരു അവസരം കൊടുത്തു. അപ്പൊ എല്ലാവരും പാപികളാണ് എന്നുള്ള ഒന്നാമത്തെ പാഠം അവിടെ പരീശന്മാരെയും സദൂക്യരെയും കർത്താവ് ബോധ്യപ്പെടുത്തി. റോമാലേഖനം 3-20 വരുമ്പോൾ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഓരോ ജഡവും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. അവർ ന്യായപ്രമാണം വെച്ചാണ് കർത്താവിനെ പരീക്ഷിക്കുവാനായിട്ട് അവിടെ വരുന്നത്, ഈ സ്ത്രീയെ കൊല്ലുവാനായിട്ട് വരുന്നത്. അപ്പോൾ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൊണ്ട് വിടുതൽ സാധ്യമല്ല എന്നുള്ള പാഠം എന്ന് പറഞ്ഞാൽ രക്ഷ സാധ്യമല്ല, രക്ഷയുടെ മാർഗം ന്യായപ്രമാണത്തിൽ ഇല്ല. അവിടെ ശിക്ഷയുണ്ട്, ന്യായവിധിയുണ്ട്, പക്ഷെ അത് ജഡപ്രകാരമാണെന്ന് കർത്താവ് താഴോട്ട് വ്യക്തമാക്കുന്നുണ്ട്. അപ്പൊ ന്യായപ്രമാണത്താലുള്ള ശിക്ഷയല്ല കർത്താവിന്റെ വഴി എന്നുള്ള വിഷയവും കർത്താവ് അവിടെ വ്യക്തമാക്കി. ഇനി കർത്താവ് അവിടെ അങ്ങനെ പറയാനായിട്ട് കാരണം എന്താണ്? എബ്രായ ലേഖനം 4:13 വരുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെയും അന്തരിന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്ന ഒരു കർത്താവാണ്, ദൈവമാണ്. ദൈവം ശോധന ചെയ്യുന്നു നമ്മൾ വായിക്കുന്നുണ്ട്. എബ്രായ 4:13. സങ്കീർത്തനം 19:12 വരുമ്പോൾ മറഞ്ഞിരിക്കുന്ന പാപങ്ങളെ പോക്കി എന്നെ ശുദ്ധീകരിക്കണമെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്. അപ്പോൾ പുരോഹിതന്മാരായാലും പരീശന്മാരായാലും സദൂക്യരായാലും ആത്മീയ ശുശ്രൂഷ രംഗത്ത് നിൽക്കുന്ന വ്യക്തികളായാലും വിശ്വാസികളായാലും സാധാരണ ആളുകളായാലും അവരുടെ എല്ലാം ജീവിതത്തിൽ പാപമുണ്ട്. ആ പാപത്തെ തിരിച്ചറിയുമ്പോഴാണ് വിജയമുണ്ടാകുന്നത് എന്നുള്ള കാര്യം കർത്താവ് അത് തിരിച്ചറിയണ ഒരു അനിവാര്യതയാണ്. ഇവിടെ പരീശന്മാർക്ക് ഇവർക്ക് ന്യായപ്രമാണ പ്രകാരം ആ സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലുവാനുള്ള റൈറ്റ്, അതിനുള്ള അവകാശം അവർക്കുണ്ട്. അതാണ് മോശ കൊടുത്ത ന്യായപ്രമാണം. പക്ഷെ കർത്താവ് അവരെ ചൂണ്ടിക്കാണിച്ചത് ഈ ന്യായപ്രമാണം നടത്തുവാനായിട്ട് പോകുമ്പോൾ
നിന്നിലെ പാപത്തെക്കുറിച്ച് നിനക്കൊരു ബോധ്യമുണ്ടാകണം. നിന്റെ ഹൃദയത്തെ ശോധന ചെയ്യുന്ന ദൈവത്തെക്കുറിച്ച് നിനക്കൊരു ചിന്തയുണ്ടാകണം. ആ ചിന്തയുള്ളപ്പോൾ ശിക്ഷ ഒഴിവാക്കണം എന്നല്ല അതിന്റെ ആശയം. അതുകൊണ്ട് എന്നിലും പാവമുണ്ട്, നിന്നിലും പാവമുണ്ട്, അതുകൊണ്ട് എല്ലാം അങ്ങ് കണ്ണടച്ച് വിട്ടേക്കാം. ഇന്നത്തെ ഒരു സിസ്റ്റം അങ്ങനെയാണല്ലോ, നമ്മൾ വിശ്വാസികളുടെ ഇടയ്ക്ക് അങ്ങനെയാണല്ലോ. ഞാനും കുറ്റക്കാരൻ, നീയും കുറ്റക്കാരൻ, അതുകൊണ്ട് ഒരു ശിക്ഷയും വേണ്ട, പിന്നെ ആരെങ്കിലും ഒതുക്കണമെങ്കിലും ഒന്ന് ശിക്ഷിച്ചേക്കാം. അത് ഇപ്പോഴത്തെ പാറ്റേൺ. അതല്ല വചനത്തിന്റെ പ്രമാണം. കർത്താവ് കൃത്യമായിട്ട് പറയുകയാണ്, നിങ്ങൾ ന്യായപ്രമാണ പ്രകാരം വിധിക്കുവാനായിട്ട് ഒന്ന് ശരിയാണ്, ന്യായപ്രമാണ പ്രകാരം കൊല്ലണം. പക്ഷെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് തെറ്റാണ്. അതിനകത്ത് പുരുഷനെ നിങ്ങൾ എക്സ്ക്യൂസ് ചെയ്തു. രണ്ടാമത്തെ വിഷയം, കൊല്ലണം എന്ന് പറഞ്ഞ് നിങ്ങൾ കൊണ്ടുവന്നത് എൻ്റെ അടുക്കലാണ്, ദേവാലയത്തിലാണ്. മൂന്നാമത്തെ വിഷയം, നിങ്ങൾ നിങ്ങളിലേക്ക് നോക്കിയിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങൾ ഇവരിലെ പാപം വലിയ പാപമായിട്ട് കാണുന്നത്. അപ്പോൾ കർത്താവ് പറയുകയാണ്, സ്വന്തമായി നിങ്ങളിൽ പാപമില്ലാത്തവൻ ഒന്ന് തിരിഞ്ഞ് നോക്കട്ടെ. ഇനി പ്രമാണം ഉണ്ടെങ്കിലും ന്യായവിധി നീതിയുക്തവും കരുണയുള്ളതും ആയിരിക്കണമെന്നാണ് കർത്താവ് അവിടെ ഓർപ്പിക്കുന്ന വിഷയം. അത് അതിന്റെ 8-ാം വാക്യത്തിൽ വരുമ്പോൾ, അവൻ കുനിഞ്ഞ് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ അത് കേട്ടിട്ട് മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തരായി വിട്ടുപോയി. മനസാക്ഷിയുടെ ആക്ഷേപം. നമുക്കറിയാം, നമ്മൾ യുഗങ്ങളെ കുറിച്ച് പഠിച്ചപ്പോൾ നിഷ്പാപ യുഗം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് മനസാക്ഷി യുഗത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ മനുഷ്യന് ന്യായപ്രമാണം ലഭിക്കാതിരിക്കുന്നതിന് മുമ്പ്, കൽപ്പനകളും ചട്ടങ്ങളും കൃത്യമായി ലഭിക്കുന്നതിന് മുമ്പ് അവന്റെ മനസാക്ഷി അവന് പ്രമാണമായിരുന്നു. ദൈവിക പ്രമാണം അവന്റെ മനസാക്ഷിയിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയ നിയമപ്രകാരം കർത്താവ് പറഞ്ഞു, സ്ത്രീയെ മോഹിക്കേണ്ടവന് നോക്കുന്നവൻ അവളുമായിട്ട് വ്യഭിചാരം ചെയ്തു പോയി എന്ന് പറയുന്നു. അപ്പോൾ ഹൃദയത്തിന്റെ ആക്ഷേപം എന്നിവിടെ പറയുന്നത്, ഈ സ്ത്രീയെ ഉപയോഗിക്കണം, ഈ സ്ത്രീയുടെ അടുക്കൽ ചെല്ലണമെന്ന് ചിന്തിച്ച വലിയൊരു കൂട്ടം ആളുകൾ അവിടെ ഉണ്ട്. ഇവരാണ് പുണ്യാളന്മാര് ചമഞ്ഞ് ഇവിടെ വന്ന് കല്ലെറിഞ്ഞ് കൊല്ലുവാനായിട്ട് വരുന്നത്. അപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? നിങ്ങളിൽ പാപമില്ലാത്തവൻ, നിങ്ങളിൽ ഈ സ്ത്രീയെക്കുറിച്ച് ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവളെ ആദ്യം കല്ലെറിയട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവർ ഓരോരുത്തരായി മൂത്തവർ മുതൽ ഇളയവർ വരെ വിട്ടുപോകുവാനായിട്ട് ഇടയെത്തുന്നു. മനസാക്ഷിയുടെ ആക്ഷേപം എന്ന് അവിടെ പറയുന്നത് അവരുടെ മനസ്സിലെ കുറ്റബോധം. അവരപ്പോഴാണ് അവരുടെ മനസ്സിന്റെ സന്ദേശം, മാനസികമായി മനസാക്ഷിയുടെ സന്ദേശം അവർ കേൾക്കുന്നത് ആ നിമിഷത്തിലാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു? അവരവളെ കൊല്ലുക എന്നുള്ള വിഷയമേ വിട്ടുകളഞ്ഞു. അവരോരോരുത്തരായി അവിടുന്ന് സ്ഥലം വിട്ടു. അപ്പോൾ നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ കുറുക്കൊള്ളുവാനായിട്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണിത്. എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരും, നമുക്ക് യോഹന്നാന്റെ ലേഖനത്തിൽ വരുമ്പോൾ നമ്മൾ പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ നമ്മൾ ദൈവത്തെ അസത്യവാദിയാക്കുന്നു. എന്ന് പറഞ്ഞാൽ ആദാമിന്റെ സന്തതി പരമ്പരകളായിട്ട് ജനിച്ചു വരുന്ന എല്ലാ മനുഷ്യരും, അവൻ യഹൂദനായാലും യവനായാലും സഭയിലെ വിശ്വാസിയായാലും എല്ലാവരും പാപ സ്വഭാവം ഉള്ളവരാണ്. കർത്താവ് വരുമ്പോൾ നമ്മുടെ ശരീരത്തിന്, നമ്മൾ മരിച്ച ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട പിന്നെ പാപമില്ല, അല്ലെങ്കിൽ കർത്താവ് വരുമ്പോൾ നമ്മുടെ ശരീരത്തിന് രൂപാന്തരം ലഭിക്കുന്നത് വരെ നമ്മുടെ ശരീരത്തിൽ ഈ പാപത്തിന്റെ സ്വാധീനമുണ്ട്. അപ്പോൾ ഈ പാപത്തിന്റെ സ്വാധീനമുള്ള വ്യക്തികൾ ഒരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് പാപത്തോടുള്ള ബന്ധത്തിൽ ദൈവാലയത്തിൽ സഭയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ സൂക്ഷ്മത പാലിക്കേണ്ടത് ആവശ്യമാണ്. അത് കർത്താവ് ഇവിടെ തരുന്ന ഒരു ഗുണപാഠം. നമുക്കൊക്കെ ഒരു സഹോദരന്റെ ജീവിതത്തിൽ, ഒരു സഹോദരിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയാൽ ഉടനടി നടപടിയാ. സാക്ഷികളുടെ വലിയൊരു സമൂഹം കൂടി ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണം, ഇവനെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്ന് പറഞ്ഞ് നമ്മളും കൂടും. പക്ഷെ കർത്താവ്, രക്ഷിതാവായിരിക്കുന്ന കർത്താവ്, ദൈവമായിരിക്കുന്ന കർത്താവ് അവിടെ എടുത്ത ആറ്റിറ്റ്യൂഡ്, വെയിറ്റ് ഫോർ എ മൊമെന്റ്, ഒരു നിമിഷത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തു പ്രോപ്പറായിട്ടൊന്ന് അനലൈസ് ചെയ്യുവാൻ, വിഷയം അനലൈസ് ചെയ്യുവാൻ, ഈ ആരോപണം കൊണ്ടുവന്നവർക്ക് വിഷയം ഒന്ന് അനലൈസ് ചെയ്യുവാനായിട്ട് ഒരു അവസരവും കൊടുക്കുന്നുണ്ട്. ആരോപണം ആർക്കും കൊണ്ടുവരാം, എന്നാൽ ഈ ആരോപണം കൊണ്ടുവന്നവരും ശരിയായ നിലയിലാണോ കൊണ്ടുവന്നതെന്ന് ശോധന ചെയ്യാൻ ഒരു അവസരം കർത്താവ് അവിടെ കൊടുത്തു. അവരുടെ ജീവിതത്തിലേക്കൊന്ന് പോയിന്റ് ചെയ്തു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാലാണ് നമ്മളെ ശരിയായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. 10-11 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ദൈവനീതി എന്ന് പറയുന്നത് ന്യായപ്രമാണം പാപത്തിന് ശിക്ഷ കൽപ്പിക്കുന്നുണ്ട്. അവളെ കൊല ചെയ്യപ്പെടണം, ശിക്ഷിക്കപ്പെടണം, അതാണ് ന്യായപ്രമാണം. പക്ഷെ അതേ സമയത്ത് തന്നെ അതിനൊരു പെരുമാറ്റച്ചട്ടമുണ്ട്. ആ ന്യായപ്രമാണം എങ്ങനെ വർക്കൗട്ട് ചെയ്യണം എന്നതിന് കൃത്യമായ വ്യവസ്ഥിതിയുണ്ട്. ഇവരത് പാലിച്ചിട്ടില്ല. ആ കാര്യം കർത്താവ് അവർക്ക് ബോധ്യപ്പെടുത്തി. 10-11 വാക്യത്തിലേക്ക് വരുമ്പോൾ, യേശു മാത്രവും നടുവിൽ നിൽക്കുന്ന സ്ത്രീയും ശേഷിച്ചു. ഇത് നമ്മൾ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന വിഷയം, വാക്യം മുഴുവൻ വായിക്കേണ്ട ആവശ്യമില്ല. അവിടെ പറയുന്ന വിഷയം, അവളെ കൊല്ലുവാനായിട്ട് വന്ന പുരുഷാരം, മതനേതാക്കന്മാർ,
അവരെല്ലാവരും അവിടെ നിന്ന് പോയി. കാരണം മനസ്സാക്ഷിയുടെ ആക്ഷേപം അത് നിസ്സാര ആക്ഷേപമല്ല. നമ്മളത് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ സുന്ദരിയായിരിക്കുന്ന ഒരു സ്ത്രീയുടെ മുമ്പാകെ വന്നു കഴിഞ്ഞപ്പോൾ അവരെല്ലാം ഇവിടെ മാന്യന്മാര് ചമഞ്ഞ് അവിടെ നിന്നെങ്കിലും അവിടെ നിൽക്കുമ്പോൾ പോലും അവരുടെ ഹൃദയത്തിൽ പാപത്തിന്റെ ലാഞ്ചന ഉള്ളതായിട്ട് കർത്താവ് ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന കർത്താവ് മനസ്സിലാക്കിയപ്പോൾ കർത്താവ് കൃത്യമായിട്ട് അവർക്കത് ചൂണ്ടിക്കാണിച്ചപ്പോൾ മനസ്സാക്ഷിയുടെ ആക്ഷേപ നിമിത്തം അവരവിടെ നിന്ന് പോയി. പിന്നെ കർത്താവ് സ്ത്രീയോട്, സ്ത്രീയെ അവരെവിടെ, കർത്താവിന് അറിയത്തില്ല അവരെവിടെ പോയെന്ന്, അറിയാം. പക്ഷെ സ്ത്രീക്ക് ഒരു കാര്യം മനസ്സിലാക്കണം, അവൾ ചെയ്ത തെറ്റ് മരണശിക്ഷയ്ക്ക് അർഹമായ ഒരു വിഷയം. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, സ്ത്രീയെ അവരെവിടെ, നിന്നെ കൊല്ലുവാനായിട്ട് വന്നവരെവിടെ? അതിന് സ്ത്രീ കൊടുക്കുന്ന മറുപടിയിലാണ് ആ ചുരുക്ക നിമിഷം കൊണ്ട് സ്ത്രീയെ മരണവും നരകവും ഒക്കെ കണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. യേശു നിവർന്ന് സ്ത്രീയെ അവരെവിടെ, നിനക്കാരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചതിന് ഇല്ല കർത്താവെ എന്നവൾ പറഞ്ഞു. ഇവൾ കർത്താവിൽ വിശ്വസിക്കുന്നവളൊന്നും ആയിരുന്നില്ല, ഒരു യഹൂദ സ്ത്രീയാണ്, അത്രേ ഉള്ളൂ. എന്നാൽ അവൾ ആ കർത്താവിന്റെ അടുക്കൽ വന്ന്, ദേവാലയത്തിൽ വന്ന് എല്ലാവരാലും യേശു കർത്താവ് ഒഴികെ സകല മനുഷ്യരും അവളെ കല്ലെറിയണമെന്ന് ആക്രോശിച്ചു നിൽക്കുമ്പോൾ കർത്താവ് നിശബ്ദനായിട്ട് അവിടെ നിന്ന് ആ ഒരു നിമിഷം കൊണ്ട് അവളുടെ ഹൃദയത്തിൽ ഒരു ബോധ്യമുണ്ടായി. ഇതാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ യേശു. ഇവൻ പറഞ്ഞതുപോലെ, ഇവനെക്കുറിച്ച് കേട്ടതുപോലെ ഇവനാണ് സാക്ഷാൽ രക്ഷിതാവ് എന്നുള്ള ഒരു പൂർണ്ണമായി ബോധ്യം അവളുടെ ഹൃദയത്തിൽ. അവൾ പറയുകയാണ്, ഇല്ല കർത്താവ്. കർത്തൃത്വം യേശു കർത്താവിന് കൊടുക്കുവാനായിട്ട് ദൈവം അതൊരവസരമായിട്ട് ഒരുക്കി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ കൃപ അവളുടെ മേൽ ചേർന്ന് അവൾ പറയുകയാണ്, കർത്താവ് ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. എന്താ അതിന് കാരണം? അവളുടെ ജീവിതത്തിൽ മാനസാന്തരം ഉണ്ടായി എന്ന് തന്നെ അതിന് കാരണം. തെറ്റ് ചെയ്യുന്നതിനെ കർത്താവ് ശിക്ഷിക്കാതെ വരുന്ന കർത്താവ് നീതിമാന. എന്നാൽ ഇല്ല കർത്താവ് എന്നുള്ള ആ ഒരു കർത്താവെ ലോർഡ് എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ കർത്താവെ കർത്താവെ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്ന പോലെ അല്ല. മരണത്തെ മുൻകണ്ട്, നമുക്കറിയാം കല്ലുകൊണ്ട് എറിഞ്ഞു കൊല്ലുക എന്ന് പറഞ്ഞാൽ ഈ മെറ്റൽ ചെയ്യൊന്നും അല്ല, മുഴുത്ത കല്ലെടുത്ത് അവരെറിഞ്ഞു കൊല്ലുക. നമ്മള് പഴയ നിയമത്തിൽ ഹാമാന്റെ ആഖാന്റെ ഒക്കെ ചരിത്രം പഠിക്കുമ്പോൾ തലയോട്ട് തകർന്നു പോകത്തക്ക ഓരോരുത്തരും എടുത്താൽ പോകുന്ന കല്ലും കൊണ്ട് വന്നാണ് എറിഞ്ഞുകൊണ്ട് കല്ല് കുന്നുകൾ കൂട്ടുന്നത്. അപ്പോൾ ആ ഒരു മരണത്തെ ചരിത്രത്തിൽ നിന്നും ചുറ്റുപാടിൽ നിന്നും മനസ്സിലാക്കിയിരിക്കുന്ന ഈ സ്ത്രീ ഏത് നിമിഷവും താൻ കൊല്ലപ്പെടാമെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയപ്പോൾ തൻ്റെ ഹൃദയത്തിൽ അനുതാപത്തിന്റെ ആ ചിത്രം തെളിഞ്ഞു വന്നപ്പോൾ കർത്താവ് അവളുടെ ഹൃദയത്തെയും ശോധന ചെയ്തു. അവിടെ വന്ന പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും ഹൃദയത്തെയും നോക്കി ഇവളുടെ ഹൃദയത്തെ നോക്കിയപ്പോൾ കർത്താവ് എന്ത് കണ്ടു? അവളുടെ ഹൃദയത്തിലെ അനുതാപത്തിന്റെ ശരിയായ അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോൾ കർത്താവ് പറയാണ്, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. ശരിക്ക് ശിക്ഷ വിധിക്കേണ്ടത് ആരാ? കർത്താവ്. പക്ഷെ കർത്താവ് ശിക്ഷ വിധിക്കുന്നില്ല. കാരണം നീതിയുള്ള കർത്താവ്, കൃപയും സ്നേഹവുമുള്ള കർത്താവ് ആയതുകൊണ്ട് ശിക്ഷ വിധിക്കുന്നില്ല. എന്നിട്ട് കർത്താവ് എന്ത് പറഞ്ഞു? പോക, ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ച് ദൈവത്തിന് ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് മുൻകാല ജീവിതത്തിൽ നിന്നും വേർപെട്ട ഒരു ജീവിതം ഇനി ഉണ്ടാകണം, അല്ലെങ്കിൽ ഒരു വിശുദ്ധ ജീവിതം ഉണ്ടാകണം എന്നതാണ് ദൈവത്തിന്റെ ആഗ്രഹമെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഈ രണ്ട് കൂട്ടം ആളുകളെ നമുക്കൊന്ന് ചിന്തിച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കാം. ഇവിടെ പരീശന്മാരും സദൂക്യരും ഇവര് രക്ഷ പ്രാപിച്ചവരല്ല. ഇവര് മതത്തിന്റെ അടിസ്ഥാനത്തിൽ ന്യായപ്രമാണത്താൽ സ്വയം നീതി ചമഞ്ഞ് നടക്കുന്ന വിശുദ്ധന്മാരാ. അവർ വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ടവരല്ല. അവരെ മനസാക്ഷിയുടെ ആക്ഷേപം നിമിത്തം അവരവിടെ നിന്ന് പോയി. എന്നാൽ അവർക്ക് ഈ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്നൊരു വാക്ക് പറയാമായിരുന്നു. അതിനുള്ള മാനസാന്തരം ഹൃദയകാഠിന്യം നിമിത്തം അവർക്കുണ്ടായില്ല. അവർ വന്നതിന്റെ ഉദ്ദേശം കർത്താവിനെ കൊടുക്കുക എന്നുള്ളതിന് ആ ഒറ്റ ലക്ഷ്യമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ആ സ്ത്രീ അവിടെ നിന്നപ്പോൾ അവളുടെ ഹൃദയത്തിൽ മാനസാന്തരം ഉണ്ടായി. കർത്താവിന്റെ കൃപ അവൾക്ക് ലഭിച്ചു. ഞാൻ നിന്നെ ശിക്ഷ വിധിക്കുന്നില്ല. അടുത്ത വിഷയം, പോക, ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അതുവരെയുള്ള സകല പാപങ്ങളെയും കർത്താവ് ക്ഷമിച്ചു. നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു പരിവർത്തനത്തിന്റെ ശരിയായ ചിത്രം നമുക്കിവിടെ കാണാം. നാം രക്ഷിക്കപ്പെടുന്നത് വരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സകല പാപങ്ങളെയും കർത്താവ് മായ്ച്ചു കളഞ്ഞു. ഇനി അവയെ ഒരു നാളും ഓർക്കയില്ല. എന്നിട്ട് കർത്താവ് ഇനിമേൽ പാപം ചെയ്യരുത്. അത് കർത്താവിന്റെ ഒരു ഡിമാൻഡാണ്. അപ്പോൾ ഈ പറഞ്ഞു വരുന്ന വിഷയങ്ങളെ ചേർത്ത് മുന്നോട്ട് നമ്മൾ പോകുമ്പോൾ പ്രായോഗികമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു 4-5 കാര്യങ്ങളുണ്ട്. അതുകൂടെ ലിസ്റ്റ് ചെയ്തങ്ങ് പോകാം. നമ്മൾ പ്രായോഗികമായിട്ട് ഈ വിഷയം പഠിക്കുള്ളത് പറയുമ്പോഴാണ് മനസ്സിലാകുക. അപ്പം ഞാൻ പറഞ്ഞു വന്നതിന്റെ ഒരു സമ്മറി ആയിട്ട് പോയിന്റ് വൈസ് ആയിട്ട് നമുക്ക് ആ വിഷയം പഠിക്കാം. ഒന്ന്, മറ്റുള്ളവർക്ക് ശിക്ഷ വിധിക്കും മുമ്പ് തന്നെ താൻ ശോധന ചെയ്യണം. അതാണ് ഒന്നാമത്തെ പ്രമാണം. ഈ സംഭവം നമുക്ക് തരുന്ന പ്രായോഗിക ഗുണപാഠം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ശിക്ഷ വിധിക്കും മുമ്പ് നമ്മൾ നമ്മളെ തന്നെ ഒന്ന്
ശോധന ചെയ്യണം. 7-ാം വാക്യം, 8-ാം അധ്യായം 7-ാം വാക്യം. ഇപ്പൊ നമ്മൾ സഭയിലൊക്കെ കുടുംബജീവിതം നയിക്കുന്നവരാണ്, സഭയിൽ നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നവരാണ്. നമ്മൾ ഏത് രംഗത്ത് നിന്നാലും ശിക്ഷ വിധിക്കുമ്പോൾ, നമ്മൾ മക്കളെ ശിക്ഷിക്കുമ്പോൾ പോലും നമ്മളിലേക്ക് നോക്കിയിട്ട് വേണം ശിക്ഷിക്കാൻ. ചില കാരണന്മാരും മക്കളെ ശിക്ഷിക്കുന്ന കണ്ട ആനനെ അടിക്കുന്ന പോലെ ഹൈറ്റത്തിട്ട് പൊതുക്കും. അവർക്ക് ബോധം വരിക എന്നുള്ളതാണ്. ഈ കഠിനമായ ശിക്ഷ മക്കളുടെ മനസ്സിൽ തകർത്ത് കളയും, ശിക്ഷിക്കാതിരിക്കുന്നതും തകർത്ത് കളയും. മതിയായ ശിക്ഷ അത് കുടുംബജീവിതത്തിൽ മക്കളെ വളർത്തുമ്പോൾ കൊടുക്കണം. അതുപോലെ തന്നെ സഭാപരിപാലനത്തിൽ ആത്മീക ശിശുക്കളെ നമ്മൾ പരിപാലിക്കുമ്പോഴും അവരുടെ ജീവിതത്തിൽ വരുന്ന തെറ്റുകൾക്ക് അവർ നന്നാകണമെന്ന ലക്ഷ്യത്തിലായിരിക്കണം അവരെ ശിക്ഷിക്കേണ്ടത്. ശിക്ഷിക്കുമ്പോൾ ആ തെറ്റെന്നിലുണ്ടോ എന്ന് സ്വയശോധന ചെയ്യേണ്ടത് ഏറ്റവും അനിവാര്യ വിഷയം. ഈ തെറ്റ് കാണുമ്പോൾ എന്നിൽ ആ തെറ്റുണ്ടെങ്കിൽ എനിക്ക് ഇന്നത്തെ നമ്മുടെ സഭയിലെ പരിപാലനത്തിലെ ഏറ്റവും വലിയൊരു പരാജയം എന്ന് പറഞ്ഞാൽ അത് എന്നിലും ആ തെറ്റുണ്ട്, ആ സഹോദരനിലും ആ തെറ്റുണ്ട്, അതുകൊണ്ട് എന്തിനാ ശിക്ഷിക്കുന്നത്? എല്ലാവരും ഒരുപോലെയാണ്, അതുകൊണ്ട് ശിക്ഷണം വേണ്ട. പിന്നെ ആരെങ്കിലും ഒന്ന് ശരിയാക്കണമെങ്കിൽ ഒന്ന് ശിക്ഷിച്ചേക്കാം. അവിടെ പ്രമാണമല്ല, അവിടെ നമ്മുടെ മസിൽ പവർ നമ്മൾ ഉപയോഗിക്കുന്നു. പക്ഷെ ദൈവവചന വ്യവസ്ഥ കർത്താവ് ആ വിഷയത്തിൽ ശാന്തമായിട്ടൊന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ശോധന എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കുന്നതിന് മുമ്പ് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്ത് നമ്മിൽ ആ പാപമുണ്ടെങ്കിൽ ആ പാപത്തെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് നിരപ്പ് പ്രാപിച്ച് ശുദ്ധീകരണം വരുത്തിയിട്ട് ശിക്ഷയ്ക്കായിട്ട് ഇറങ്ങുക. ഇല്ലെങ്കിൽ നമുക്ക് ശിക്ഷിക്കാൻ യാതൊരു യോഗ്യതയുമില്ലെന്നാണ് അതിന്റെ പ്രായോഗിക ഗുണപാഠം. കർത്താവ് ഈ സ്ത്രീയെ കൊല്ലുവാനായിട്ട് വന്ന എല്ലാ യഹൂദന്മാരും തിരിച്ചു പോകുവാനായിട്ടുള്ള കാരണം അവരുടെ എല്ലാം ഹൃദയത്തിൽ രഹസ്യമായി ഈ പാപം ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് അവർക്ക് ശിക്ഷിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അതാണ് കർത്താവിന്റെ പ്രമാണം. സഭാജീവിതത്തിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എല്ലാ വിശ്വാസികളിലും പാപ സ്വഭാവമുണ്ട്. അതുകൊണ്ട് പാപത്തെ കൈകാര്യം ചെയ്യുമ്പോൾ സ്വയം ജീവിതത്തിലേക്ക് നോക്കി ഒരു തിരുത്തൽ വരുത്തിയിട്ട് വേണം നടപടിയെടുക്കുവാൻ. അപ്പോൾ വീണു പോകാനുള്ള സാധ്യതയുള്ള ജഡത്തിലാണ് മനുഷ്യൻ ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കി യഥാസ്ഥാനപ്പെടുത്തുക എന്നുള്ളതായിരിക്കണം ലക്ഷ്യം. രണ്ടാമത്തെ പോയിന്റ് ശിക്ഷയുടെ ഉദ്ദേശശുദ്ധി പരിശോധിക്കണം. ഒന്നാമത്തെ വിഷയം മറ്റുള്ളവർക്ക് ശിക്ഷ വിധിക്കുമ്പോൾ നമ്മളെ തന്നെ ശോധന ചെയ്യണം. രണ്ടാമത്തെ വിഷയം ശിക്ഷണത്തിന്റെ അല്ലെങ്കിൽ ശിക്ഷയുടെ ഉദ്ദേശശുദ്ധി പരിശോധിക്കണം. എന്താണ് ഉദ്ദേശശുദ്ധി? ഞാൻ നിന്നെക്കാട്ടിലും നീതിമാനാണ് എന്ന് കാണിക്കാൻ വേണ്ടി ശിക്ഷിക്കാൻ ഇറങ്ങരുത്. സ്വയനീതി ബോധ്യപ്പെടുത്തുവാനായിട്ട് ശിക്ഷിക്കരുത്. ശിക്ഷണത്തിന്റെ പ്രാഥമികവും ആത്യന്തികവും പ്രൈമറി ആൻഡ് അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് റെസ്റ്റോറേഷൻ ആയിരിക്കണം. യഥാസ്ഥാനപ്പെടുത്തുക എന്നുള്ളതായിരിക്കണം. ശിക്ഷ കൊടുക്കുന്നതിന്റെ ഉദ്ദേശം കൊലപാതകമല്ല. കൊലപാതകം ന്യായപ്രമാണത്തിൽ ഉണ്ടായിരുന്നു. നമ്മൾ യോഹന്നാന്റെ ലേഖനത്തിൽ വരുമ്പോൾ സഹോദരനെ പകയ്ക്കുന്നവൻ കൊലപാതകനാകുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവ് ഒരു പക നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത് പോലും കൊലപാതകമായിട്ട് കർത്താവ് കാണുന്നു. എന്നാൽ അവിടെ പുതിയ നിയമത്തിന്റെ വ്യവസ്ഥിതി എന്ന് പറയുന്നത് യഥാസ്ഥാനപ്പെടുത്തുക എന്നുള്ള, തെറ്റിനെ ന്യായീകരിക്കുക, തെറ്റിനെ അനുമോദിക്കുക, തെറ്റിന് കൂട്ടുനിൽക്കുക എന്നുള്ളതല്ല. തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ സഹോദരിയെ യഥാസ്ഥാനപ്പെടുത്തുക എന്നുള്ളതാണ് പുതിയ നിയമസഭയ്ക്കുള്ള പ്രമാണം. അതുകൊണ്ട് ശിക്ഷയുടെ ഉദ്ദേശശുദ്ധി നമ്മൾ പരിശോധിക്കണം. തിരുവെഴുത്ത് യഥാവിധി ഉദ്ധരിക്കണം. ഇവിടെ ന്യായപ്രമാണത്തെ അവർ ഉദ്ധരിച്ചു കൊണ്ടുവന്നിട്ടാണ് സ്ത്രീയെ കൊല്ലുവാനായിട്ട് അവർ ശ്രമിക്കുന്നത്. പക്ഷെ ന്യായപ്രമാണം പ്രോപ്പറായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യണം, അല്ല പ്രോപ്പറായിട്ട് വ്യാഖ്യാനിക്കണം. ആവർത്തന പുസ്തകത്തിലും ലേവ്യ പുസ്തകത്തിലും തെറ്റ് ചെയ്യുന്ന രണ്ടുപേരും കൊല്ലപ്പെടണമെന്ന് പറയുമ്പോൾ ഇവിടെ സ്ത്രീയെ മാത്രം കൊണ്ടുവന്നപ്പോൾ അവർ ന്യായപ്രമാണം അവർ തന്നെ ലംഘിച്ചിരിക്കുക. അപ്പോൾ കർത്താവ് ആ കാര്യം കൃത്യമായിട്ട് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അവരോട് അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ തിരുവെഴുത്ത് ഉദ്ധരിക്കുമ്പോൾ, തിരുവെഴുത്ത് ഉപയോഗിക്കുമ്പോൾ അത് യഥാവിധി ഉപയോഗിച്ച് വേണം ശിക്ഷയുടെ തലങ്ങളിലേക്ക് കടന്നു പോകുവാനായിട്ട്. മൂന്നാമത്തെ വിഷയം, ശിക്ഷിക്കുന്നതിലും ശ്രേഷ്ഠമായത് തെറ്റ് ബോധ്യപ്പെടുത്തി ക്ഷമിക്കുന്നതാണ്. കർത്താവ് അത് സുവിശേഷങ്ങൾ ഒരു ഉപമ പറയുന്നുണ്ട്. 50 ഇളച്ച് കിട്ടിയവൻ 100 ഇളച്ച് കിട്ടിയവൻ, ഇങ്ങനെ ഒരു ഉപമ കർത്താവോട് പറയുന്നു. ഏറ്റവും കുറച്ച് ഇളച്ച് കിട്ടിയവൻ കൂടുതൽ കൊടുക്കാനുള്ളവന്റെ അടുക്കൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഭിത്തിയെ ചാർത്തി നിർത്തി കൊല്ലുവാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ കർത്താവിനെ ഇരട്ടി ശിക്ഷയ്ക്ക് വിട്ടു. അപ്പോൾ ശിക്ഷിക്കേണ്ടെന്ന ആശയമല്ല, എന്നാൽ ശിക്ഷിക്കുന്നതിലും ശ്രേഷ്ഠമായത് തെറ്റ് ബോധ്യപ്പെടുത്തി ക്ഷമിക്കുന്നതാണ്. നാലാമത്തെ വിഷയം, പ്രശ്നങ്ങളിൽ എടുത്തു ചാടി പ്രതികരിക്കുന്നതിന് പകരം മൗനം പാലിക്കുന്നതും കൃത്യമായി മിതമായ വാക്കുകളിൽ വിശകലനം ചെയ്ത് യുക്തമായ പരിഹാരം എന്ന് പറഞ്ഞാൽ എടുത്തു ചാടി പ്രശ്ന പരിഹാരത്തിനെ ശിക്ഷിക്കുവാനായിട്ട് പുറപ്പെടരുത്. അത് ഞാൻ ഉപയോഗിച്ച പോലെ സഭയിലായാലും സമൂഹത്തിലായാലും
ഒരു വിഷയം കേൾക്കുമ്പോൾ നമ്മൾ ആ വിഷയത്തെ ശാന്തമായിട്ടൊന്ന് വിശകലനം ചെയ്യണം. ശിക്ഷിക്കുന്നയാളും വിശകലനം ചെയ്യണം, ആരോപിക്കുന്നയാളും വിശകലനം ചെയ്യണം, ശിക്ഷിക്കപ്പെടാൻ പോകുന്ന വ്യക്തി തന്റെ തെറ്റ് മനസ്സിലാക്കണം. ഈ 3 ആംഗിൾ ഒരുപോലെ ചേർന്ന് വരണം. ഇത് മാനുഷിക ബുദ്ധിയിൽ പ്രായോഗികമായ ഒരു വിഷയമല്ല. നമ്മളെല്ലാവരും എടുത്തുചാട്ടക്കാരാ. എന്നാൽ കർത്താവ് നമുക്ക് കാണിച്ചു തന്ന മാതൃക എന്ന് പറഞ്ഞാൽ അത്രയും സെൻസിറ്റീവായ ടെൻഷൻ ഫീൽഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ. യഹൂദന്മാരെല്ലാവരും കൂടി നിന്ന് ഈ സ്ത്രീയെ കല്ലെറിഞ്ഞു. അപ്പൊ എല്ലാവരുടെയും ഉള്ളിൽ രക്തം ഇങ്ങനെ തിളച്ചിരിക്കുക, കല്ലൊന്നെറിഞ്ഞ് കൊല്ലണം. അത്രയും ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കർത്താവ് അതൊന്ന് ശാന്തമാക്കുവാനായിട്ട് ആ വിഷയത്തിൽ ഒന്നും സംസാരിക്കാതെ കുറച്ചു നേരം ശാന്തനായിട്ട് കർത്താവ് അവിടെ ഇരുന്നു. ആ ശാന്തത ഇവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ കർത്താവ് അത് മൈൻഡ് ചെയ്തിട്ടില്ല. പക്ഷെ കർത്താവ് ശാന്തമായിട്ട് ഇരുന്നതിന് ശേഷം കർത്താവ് അവരോട് പറഞ്ഞ വാക്ക്, നിങ്ങളിൽ തെറ്റ് ചെയ്യാത്തവൻ, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം കല്ലെറിയട്ടെ. അപ്പോൾ പ്രശ്നങ്ങളിൽ എടുത്തു ചാടി പ്രതികരിക്കുന്നതിന് പകരം കൃത്യമായി വിശകലനം ചെയ്ത ശാന്തതയോടെ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ യുക്തമായ പരിഹാരം ഉണ്ടാക്കുവാനായിട്ട് ഇടയായിത്തീരും. 5-ാമത്തെ വിഷയം, യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യാക്കോബിന്റെ ലേഖനം 1:19. പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ അത് അറിയുന്നുവല്ലോ. എന്നാൽ ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസമുള്ളവൻ ആയിരിക്കട്ടെ. ഈ വാക്യമൊക്കെ നമുക്ക് അറിയാവുന്നതാ. ഇത് കർത്താവ് കൃത്യമായിട്ട് നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്ന ഒരു വിഷയമാണ്. കേൾപ്പാൻ വേഗത, കർത്താവ് കൃത്യമായിട്ട് കേട്ടു. പറവാൻ താമസം, കർത്താവ് അവരോട് പ്രതികരിക്കുവാനായിട്ട് കർത്താവ് കുറച്ച് സമയമെടുത്തു. കോപിക്കുവാനും സമയമെടുത്തു. പക്ഷെ കർത്താവ് വിഷയം വളരെ കൃപയോടെ കൈകാര്യം ചെയ്തതായിട്ട് നമുക്ക് കാണും. അപ്പൊ 5-ാമത്തെ പോയിന്റായിട്ട് പറഞ്ഞു, നമുക്ക് ക്ഷമിക്കുന്നതിൽ ഉത്സാഹമുള്ളവരായിരിക്കണം. അപ്പോൾ ഈ 5 കാര്യങ്ങളാണ് നമുക്ക് ഈ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നിങ്ങൾ വായിക്കുമ്പോൾ കൂടുതലായിട്ടുള്ള ചിന്തകൾ ലഭിക്കാം. എന്നാൽ നമ്മൾ ഈ വിഷയങ്ങളെ വിശകലനം ചെയ്ത് പഠിക്കുമ്പോൾ കർത്താവ് ഒരു പാപത്തെ അല്ലെ ഒരു പാപിയെ എങ്ങനെ കൈകാര്യം ചെയ്തു, അവരോട് എങ്ങനെ ഇടപെട്ടു. നമുക്കറിയാം, ഇവര് യഹൂദന്മാരാണ്, ആ സ്ത്രീ യഹൂദ സ്ത്രീയാണ്, അവർ വന്നിരിക്കുന്ന ദേവാലയത്തിലാണ് എന്നുള്ള വിഷയം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ വിശ്വാസികളാണ്. ആ വിശ്വാസികൾ ദൈവാലയത്തിൽ കൂടി വന്നപ്പോൾ അവരുടെ ഇടയ്ക്ക് ഒരു കൂട്ടം ആളുകൾ ഒരു വ്യക്തിയെ കൊണ്ടുവന്നിട്ട് ഇദ്ദേഹം പാപം ചെയ്തു, ഇദ്ദേഹത്തിന് ശിക്ഷ കൊടുക്കണം. നമ്മുടെ സഭയിലും അങ്ങനെയൊക്കെ ആണല്ലോ. ശിക്ഷിക്കപ്പെടുമ്പോൾ സഭയിലേക്ക് പൊതുവായിട്ടാണല്ലോ വരുന്നത്. ഇപ്പൊ പലരും രഹസ്യത്തിൽ ചെയ്യുന്നുണ്ട്, അത് വേറൊരു വിഷയം, അവിടെ നിൽക്കട്ടെ. പക്ഷെ സഭയിൽ നമ്മൾ പൊതുവായിട്ട് ആ വിഷയം കൊണ്ടുവരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് സഹോദരൻ അല്ലെ സഹോദരി ശിക്ഷിക്കപ്പെടണമെന്ന് പറയുമ്പോൾ ആത്മനിറവുള്ള, ദൈവത്തെ ഭയപ്പെടുന്ന, ദൈവവചനത്തെ ബഹുമാനിക്കുന്ന ശുശ്രൂഷകന്മാർ ചെയ്യേണ്ട ഒരു വിഷയം ഉടനടി നടപടി എടുക്കാതെ വിഷയത്തെ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കണം. വാസ്തവമായും ആ വ്യക്തി ആ തെറ്റ് ചെയ്തിട്ടുണ്ടോ, ആ വ്യക്തി ശിക്ഷ ഏൽക്കത്തക്ക നിലയിൽ ഗുരുതരമായി തെറ്റ് ചെയ്തിട്ടുണ്ടോ, അതോ ഒരു ശാസനയോ ഒരു തർജ്ജനമോ ഒരു പ്രബോധനമോ കൊണ്ട് കറക്റ്റ് ചെയ്യാവുന്ന ഒരു തെറ്റാണോ ചെയ്തിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും എന്തുകൊണ്ടാ നമ്മുടെ സഭയിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരാത്തെന്ന് ചോദിച്ചാൽ, നമ്മൾ മുള്ളുകൊണ്ട് എടുക്കേണ്ട സാധനം പിക്കാസ് കൊണ്ടും തൂപ കൊണ്ടും എടുക്കുന്നത്. നിസ്സാര വിഷയങ്ങളെ നമ്മൾ ശക്തമായിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ എല്ലാവരും ജഡത്തിലാണ് ജീവിക്കുന്നത്. എല്ലാവർക്കും ഈഗോ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, സ്വയനീതീകരണം. അതുണ്ട്. അത് തെറ്റ് ചെയ്തവനും ഉണ്ട്, വിധിക്കുന്നവനും ഉണ്ട്. ഈ വിഷയം രണ്ടോട് വന്നൊരു ക്ലാഷ് ഉണ്ടായി കഴിയുമ്പോൾ സഭയിൽ ഒരിക്കലും സ്വസ്ഥതയും സമാധാനം ഉണ്ടാകത്തില്ല. എന്നാൽ കർത്താവ് ഇവിടെ ചെയ്തതുപോലെ ആ വിഷയത്തെ ഒന്ന് ശാന്തതയോടെ കൈകാര്യം ചെയ്യാൻ സഹോദരന്മാരെ നമുക്കൊന്ന് അല്പം വെയിറ്റ് ചെയ്യാം. നമുക്ക് അതിനെക്കുറിച്ച് ഒന്നുകൂടെ ഒന്ന് വിശകലനം ചെയ്യണമെന്ന് പറഞ്ഞൊന്ന് തണുപ്പിക്കുന്ന ഒരു മനോഭാവമുള്ള ശുശ്രൂഷകന്മാർ സഭയിലുണ്ടെങ്കിൽ വിശ്വാസികൾ തീർച്ചയായും ആ ശുശ്രൂഷകന്മാർക്ക് വിധേയപ്പെടുമെന്നുള്ളൊരു യാതൊരു സംശയമില്ല. മുടക്കന്മാരും ഉണ്ട്, അത് പ്രാകൃതന്മാർ രക്ഷിക്കപ്പെടാൻ സഭയിൽ വന്ന പ്രശ്നം ഉണ്ടാക്കുന്നവരുണ്ടാവും. പക്ഷെ വാസ്തവമായി രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസിയാണെങ്കിൽ തീർച്ചയായിട്ടും സൗമ്യതയോടെ പ്രബോധനത്തിന്റെ ആത്മാവോടെ ഇടപെടുമ്പോൾ അവർ താഴ്ന്നു വരുവാൻ, വിധേയപ്പെട്ടു വരുവാനായിട്ട് ഇടയാകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇത് സുവിശേഷകന്മാരും മൂപ്പന്മാരും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമുക്കിന്ന് ഈ മര്യാദ എന്ന് പറഞ്ഞ സാധനം എല്ലാം തികഞ്ഞ ഈ പരീശന്മാരെയും ശാസ്ത്രിമാരെയും പോലെയാ, എല്ലാം തികഞ്ഞവരാ. വിശ്വാസം, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട വിഷയം, അവരുൾപ്പെട്ട് നിൽക്കുന്ന സമുദായം വിട്ട്, സമൂഹം വിട്ട്, വേർപെട്ട് ഈ കൂട്ടത്തിലോട്ട് വന്ന്
ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചൊരു വീട്ടിലേക്ക് ഒരു പുരുഷൻ കൊണ്ടുവരുന്ന പോലെ ആ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അമ്മായിമ്മ പോരെ, അമ്മായിപ്പം പോരെ, നാത്തൂൻ പോരെ, ഈ പോരുകളുടെ പ്രശ്നം ഉണ്ടായി കുടുംബത്തിൽ കലഹം ഉണ്ടാകുന്നത് പോലെ തന്നെ ഒരു വിശ്വാസി അവന്റെ സമൂഹം വിട്ട് സഭയ്ക്കുള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ അവനെ വെട്ടിയെടുത്ത പാറയിൽ നിന്ന് കൊടുത്തപ്പോൾ ആ പാറയിൽ പല സ്വഭാവ മനുഷ്യരിലുണ്ട്. ആ മനുഷ്യനേക്കാൾ അധമന്മാരായി ജീവിക്കുന്ന വ്യക്തികൾ ആ വ്യക്തിക്കെതിരെ നടപടിയെടുക്കുമ്പോൾ ഒരിക്കലും ആ വ്യക്തിക്ക് ആത്മീക സന്തോഷം അനുഭവിക്കുവാനായിട്ട് കഴിയത്തില്ല. ഈ പരീശന്മാരും ശാസ്ത്രിമാരും ദേവാലയത്തിൽ ഉത്സവം കൂടാൻ വന്നപ്പോൾ അവർ കൊണ്ടുവന്ന അവിടെ ഉത്സവം എന്താ? കൂടാരപ്പെരുന്നാൾ. എന്താണ് കൂടാരപ്പെരുന്നാൾ? ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലൂടെ ദൈവം നടത്തിയ കൂടാരങ്ങളിൽ അവർ പാർത്തതിന്റെ അനുഗ്രഹീത അനുഭവത്തെ ഓർക്കുന്ന ഓർമ്മയുടെ ശുശ്രൂഷ അവർ ആചരിക്കുവാനായിട്ട് ഉത്സവമായിട്ട് ആചരിക്കാൻ വരുമ്പോൾ അതിന് നടുവിലേക്ക് പരീശന്മാരും ശാസ്ത്രിമാരും കൊണ്ടുവന്നത് ന്യായപ്രമാണ പ്രകാരം കല്ലെറിഞ്ഞു കൊല്ലേണ്ട ഒരു വ്യക്തിനെയാണ്. ഒരിക്കലും അങ്ങനെയുള്ള ഉത്സവങ്ങളിൽ അവർ ചെയ്യുവാനായിട്ട് പാടില്ല. എന്നാൽ ഇവരിവിടെ കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം കർത്താവിനെ കൊടുക്കുക എന്നുള്ളതായിരുന്നു. ആ ലക്ഷ്യം തെറ്റായിരുന്നു, ആ മാർഗം തെറ്റായിരുന്നു, അവർ വചനം ഉദ്ധരിച്ചെങ്കിലും ഉദ്ധരണി തെറ്റായിരുന്നു, അവരുടെ രീതി മുഴുവനും തെറ്റായിരുന്നു. കർത്താവ് ഒറ്റതായി നിങ്ങൾ ഈ ചെയ്ത മുഴുവൻ തെറ്റാന്ന് കർത്താവ് പറഞ്ഞില്ല. കർത്താവ് ഒറ്റ വാക്ക് പറഞ്ഞു, നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്ക്. നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിൽ സഭയിൽ നാം ആയിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരു ലീഡർഷിപ്പ് പൊസിഷനിലായി ഒരു സാധാ വിശ്വാസിയായിരിക്കാം. പക്ഷെ ഒരു സഹോദരനെതിരെ സഭ ചെയ്ത രീതി, ആ നടപടി തെറ്റാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ നമ്മൾ ആ സഹോദരനെ കരുതുവാനും കൈപിടിച്ച് ബലപ്പെടുത്തുവാനും നമ്മൾക്ക് വ്യക്തിപരമായി ഉത്തരവാദിത്വമുണ്ട്. ഈ ശുശ്രൂഷകന്മാർ മാത്രമല്ല, വിശ്വാസികൾ പരസ്പരവും കെയർ ടേക്കേഴ്സാണ്. അവർ വീണു പോകാതെ, തളർന്നു പോകാതെ, തെറ്റുണ്ടാകാം, തെറ്റ് ചെയ്തിട്ടുണ്ടാകാം, പക്ഷെ തെറ്റ് നമ്മൾ സ്നേഹത്തിന്റെ ആത്മാവിൽ ബോധ്യപ്പെടുത്തണം. അതുകൊണ്ടാണ് ഗലാത്യർ 6:1 പറയുന്നത്, ആത്മീകരായ നിങ്ങൾ സഹോദരന്മാരെ, ഒരു സഹോദരൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയാൽ ആത്മീകരായ നിങ്ങൾ അവനെ യഥാസ്ഥാനപ്പെടുത്തുവിൻ. ഈ സ്ത്രീയെ അവിടെ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ടവളാണ്. എന്നാൽ കർത്താവ് ഒരു നിമിഷം ശാന്തമായിട്ട് അവിടെ ഇരുന്നിട്ട് അവരോട് ഒരു വാക്ക് പറഞ്ഞു. അവരെല്ലാരും പോയി കഴിഞ്ഞ് കർത്താവ് ആ സ്ത്രീയോട് പറയുന്നത്, ആരും നിനക്ക് ശിക്ഷ വിധിച്ചില്ലേ? പിന്നെ സ്ത്രീയുടെ മുമ്പിൽ ശിക്ഷ വിധിക്കുവാനായിട്ടിരിക്കുന്നത് കർത്താവ് മാത്രമാണ്. ദൈവത്തിന്റെ നീതിയുള്ള ശിക്ഷ അവൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. പക്ഷെ കർത്താവ് പറയുകയാണ്, ഞാനും നിന്നെ ശിക്ഷിക്കുന്നില്ല. എന്ന് കാരണം എന്താ? ആ ഒരു നിമിഷം കൊണ്ട് അവളുടെ ഹൃദയത്തിലുണ്ടായ മാനസാന്തരത്തെ കർത്താവ് കണ്ടു. നമ്മുടെ കൂട്ടുവിശ്വാസികളുടെ ഹൃദയത്തിലുണ്ടാകുന്ന മാനസാന്തരത്തെ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയണം. ഒരു അനുതാപത്തിന്റെ കണ്ണുനീർ അവന്റെ ഹൃദയത്തിൽ നിന്ന് വന്നാൽ, എന്റെ മസിൽ കാണിക്കാൻ, എന്റെ അധികാരം കാണിക്കാൻ മാറി നിൽക്കട 10 ദിവസം കർത്തൃമേശയിൽ നിന്ന് പറയാനൊന്നും ദൈവവചനം അനുവദിക്കുന്നില്ല. കർത്താവ് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുന്ന ഒരു അനുഭവം നമുക്കില്ലെങ്കിൽ നമ്മൾ ഈ സുവിശേഷം പറയുന്നതിലൊന്നും ഒരു കഥയില്ല. നമ്മൾ ദൈവസ്നേഹം പ്രസംഗിക്കും, നമ്മളാണ് ദൈവജനം, സ്വർഗത്തിൽ പോകാനിരിക്കുന്ന പറയും. പക്ഷെ നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ജീവിതം, ഇത് കാണുന്ന നമ്മുടെ മക്കൾ, നമ്മുടെ പ്രവൃത്തി കാണുന്ന നമ്മുടെ മക്കൾ ഈ ട്രാക്ക് വിട്ടു പോകുമ്പോൾ എന്നാ കാരണം? നമ്മൾ പലപ്പോഴും വിചാരിക്കും, അയ്യോ ആ മക്കൾ പോയി, ശുശ്രൂഷന്മാരുടെ മക്കൾ പോയി, വിശ്വാസികളുടെ മക്കൾ പോയി, എൻ്റെ മക്കൾക്ക് കുഴപ്പമില്ല. ഇതിൽ വാസ്തവത്തിൽ പോകുന്നത് ആരാ? ജനുവിനായിട്ട് കർത്താവിനെ വിശ്വസിച്ച് പിൻപറ്റിയ മക്കൾ അവരുടെ ജീവിതത്തിൽ അനീതി കാണുമ്പോൾ അവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാതെ അവരുടെ ട്രാക്ക് തെറ്റിപ്പോകുന്നു. അതിൻ്റെ ഒക്കെ കണക്ക് കർത്താവ് നമ്മോട് ചോദിക്കും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, ന്യായപ്രമാണം നീ ഉദ്ധരിക്കുന്നത് കൊള്ളാം, പക്ഷെ അത് പ്രോപ്പറായിട്ട് ഉദ്ധരിക്കണം, അതിന്റെ ലക്ഷ്യം മനസ്സിലാക്കണം, അതിന്റെ കൃപയിൽ അത് കൈകാര്യം ചെയ്യുവാനായിട്ട് കഴിയണം. കർത്താവ് കാണിച്ച മാതൃക അതാണ്. ഇനി നമ്മൾ അതിന്റെ 12 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ കർത്താവ് വേറൊരു അവകാശവാദം, നമുക്കറിയാം കർത്താവ് 7 അവകാശവാദങ്ങൾ നടത്തുന്നുണ്ട്. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, ഞാൻ ജീവന്റെ അപ്പം, 7 കാര്യങ്ങൾ കർത്താവ് പറയുന്നു. അതില് ഒരു വിഷയമാണ് കർത്താവ് ഇവിടെ പറയുന്നത്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, 12-ാം വാക്യം. അപ്പോൾ ഇവിടെ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ വേണ്ട ഗുണപാഠങ്ങൾ തന്നതിന് ശേഷം കർത്താവ് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അപ്പൊ കർത്താവ് ഈ സന്ദേശം പറയാൻ വേണ്ടിയാണ് ആക്ച്വലി അവിടെ വന്നത്. അന്നേരമാണ് യഹൂദന്മാര് ഈ സ്ത്രീയെ കൊണ്ട് അങ്ങോട്ട് വന്നത്. അപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? പ്രോപ്പറായിട്ട് ആ വിഷയം ഹാൻഡിൽ ചെയ്തിട്ട് കർത്താവ് അന്ന് ശുശ്രൂഷിക്കുവാനായിട്ട് എടുത്ത വിഷയം നമുക്കറിയാം. നമ്മൾ പ്രസംഗിക്കാൻ ഒരു വിഷയമൊക്കെ ഒരുങ്ങി നമ്മൾ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകാം, പക്ഷെ അത് കൃപയോടുകൂടി കൈകാര്യം ചെയ്യാനായിട്ട് പഠിക്കണം. ഇവിടെ കർത്താവ് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ് എന്ന് പറയുമ്പോൾ കർത്താവ് യോഹന്നാൻ, നമ്മളറിയാം തുടക്കം മുതൽ യോഹന്നാൻ ഫോക്കസ് ചെയ്യുന്ന ഒരു വിഷയം യേശു ക്രിസ്തുവിന്റെ ദൈവത്വം എന്നുള്ള വിഷയമാണ്. അപ്പോൾ യേശു കർത്താവ് താൻ ദൈവമാണ് എന്നുള്ള വിഷയം പ്രാക്ടിക്കലായിട്ട് പശ്ചാത്തലപരമായിട്ട് ചെയ്യുക. നമുക്കറിയാം ഈ കൂടാരപ്പെരുന്നാൾ നമ്മൾ ഹിസ്റ്ററി പരിശോധിച്ചാൽ, ജൂവിഷ് ഫെസ്റ്റിവൽസ് നമ്മൾ ശ്രദ്ധിച്ചാൽ, ഈ കൂടാരപ്പെരുന്നാളിൽ ദേവാലയം മുഴുവനും അവർ ദീപാലങ്കൃതമാക്കി വലിയ വിളക്കുകളിൽ ദീപം കത്തിച്ചു വെച്ചാണ് ഇവർ ഈ ഉത്സവം ആചരിക്കുന്നത്. പ്രകാശപൂരിതമായിരിക്കുന്ന ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് കർത്താവ് പറയുകയാണ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അപ്പോൾ ഈ വെളിച്ചം എന്നുള്ള കൺസെപ്റ്റ്
അടുത്ത വാക്യം കൂടെ വായിക്കുമ്പോൾ യഹൂദന്മാർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും. ഈ രംഗം നമ്മൾ ഓർക്കുമ്പോൾ ഇവരുടെ ചിന്തയെ പോകുന്നത് എങ്ങോട്ടാ? ഈ കൂടാരപ്പെരുന്നാൾ ഇവര് ആഘോഷിക്കുമ്പോൾ മുമ്പിൽ ദീപസ്തംഭമായി, പുറകിൽ മേഘസ്തംഭമായി കർത്താവ് മരുഭൂമിയിലൂടെ ഈ 40 വർഷം ഇസ്രായേൽ ജനത്തെ നടത്തിയ ഓർമ്മയാണ് അവരവിടെ പുതുക്കുന്നത്. അതിന്റെ ഓർമ്മയായിട്ടാണ് അവർ ഈ വിളക്ക് കത്തിച്ച് ദീപാലങ്കൃതമായിട്ട് അവർ ഈ ഉത്സവം ആചരിക്കുന്നത്. അപ്പോൾ ആ ഉത്സവത്തിൽ നിന്നുകൊണ്ട് കർത്താവ് അവരോട് കൃത്യമായിട്ട് പറയുന്ന വിഷയം, ഞാൻ ലോകത്തിന്റെ വെളിച്ചം എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു ഓർമ്മയായിട്ട് ഇന്ന് ഈ അനുഷ്ഠിക്കുന്ന ദീപാലങ്കൃതമായ ഉത്സവം എന്ന് പറയുന്നത് എൻ്റെ ശുശ്രൂഷയുടെ നിഴലായ ഒരു കാര്യമാണ്. ഞാൻ നിങ്ങൾക്ക് നിത്യജീവൻ ഒരുക്കുവാനായിട്ട് പോകുന്നു എന്നതിന് പഴയ നിയമത്തിൽ തന്ന ഒരു സൂചകമാണ്, അല്ലെങ്കിൽ ആ നിഴലിന്റെ പൂർണ്ണതയാണ് ഞാൻ എന്നുള്ള വിഷയം കർത്താവ് കൃത്യമായിട്ട് അവരോട് പറയും. അവർക്കത് അബ്സോർവ് ചെയ്യാനൊന്നും പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഈ സ്വയനീതീകരണം, ഇവിടെ വീണ്ടും പരീശന്മാരും സദുഖ്യന്മാരും വീണ്ടും കർത്താവിന്റെ അടുക്കൽ വരുന്നുണ്ട്. എന്നാൽ ഇവിടെ കർത്താവ് പറഞ്ഞത് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറയുമ്പോൾ കർത്താവ് കൃത്യമായിട്ട് ക്ലെയിം ചെയ്യുന്നത് ഞാൻ ദൈവമാണ് എന്നുള്ള വിഷയമാണ്. വെളിച്ചം ദൈവമാണ്, അല്ലെങ്കിൽ വെളിച്ചത്തെ ദൈവത്തിന്റെ സ്വഭാവ സവിശേഷതയായിട്ട് പഴയ നിയമത്തിൽ അനേക വേദഭാഗത്ത് പറയുന്നുണ്ട്. സങ്കീർത്തന പുസ്തകം 27-ാം അധ്യായം, സങ്കീർത്തനം 27-1. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു എന്ന് നമ്മളോട് വായിക്കുന്നു. കർത്താവിനോടുള്ള ബന്ധത്തിൽ നമ്മൾ മത്തായി സുവിശേഷം 4:16 ഇതേ വിഷയം വായിക്കുന്നുണ്ട്. മത്തായി 4:16. അതിന്റെ 14 മുതലുള്ള വാക്യങ്ങളാണ്. ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു, മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു എന്ന് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളിച്ചത് നിവൃത്തിയാകുവാൻ ഇടവന്നു. ഇവിടെ കർത്താവിന്റെ ജനത്തോടുള്ള ബന്ധത്തിൽ ഈ പ്രകാശത്തെ അല്ലെ വെളിച്ചത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ആ പ്രവചന ഭാഗം യെശയ്യാ 9:2. ഈ വെളിച്ചം എന്ന് പറയുന്ന വാക്ക് പ്രധാനമായിട്ടും വിശുദ്ധിയെ അല്ലെങ്കിൽ പാപരാഹിത്യത്തെയാണ് പ്രധാനമായിട്ടും പറയുന്നത്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം തന്നെ 8-ാം അധ്യായം 46-ാം വാക്യത്തിൽ വരുമ്പോൾ, നിങ്ങളിൽ ആർ എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നു. ഇപ്പോൾ കർത്താവ് കൃത്യമായിട്ട് ഇവരോട് പറയുന്ന വിഷയം, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ് എന്ന് പറയുമ്പോൾ കർത്താവ് അവരോട് ആവർത്തിച്ച് പറയുന്ന വിഷയം, ഞാൻ ദൈവമാണ്, ഞാൻ ദൈവപുത്രനാണ് എന്നുള്ള വിഷയം കർത്താവ് കൃത്യമായിട്ട് പറയുകയാണ്. അപ്പോൾ ഒന്നാമത്തെ വിഷയം യേശുക്രിസ്തു തൻ ദൈവമാണെന്ന് അവകാശപ്പെടുന്നു. രണ്ടാമത്തെ വിഷയം ദൈവത്തെക്കുറിച്ചുള്ള സത്യം നമ്മളോട് പറയുന്നു. അതായത് 12 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ദൈവത്തെക്കുറിച്ചുള്ള സത്യം നമുക്ക് സാക്ഷിക്കുന്നു. 14-ാം വാക്യവും 18-ാം വാക്യവും. യേശു അവരോട് പറഞ്ഞത്, ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറഞ്ഞാലും എൻ്റെ സാക്ഷ്യം സത്യമാകുന്നു. ഞാൻ എവിടെ നിന്ന് വന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും ഞാൻ അറിയുന്നു. നിങ്ങളോ ഞാൻ എവിടെ നിന്ന് വന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. 18-ാം വാക്യത്തിൽ വരുമ്പോൾ, ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു, എന്നെ അയച്ച പിതാവും എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു. ഇവിടെ കർത്താവ് പറയുന്ന ഒരു വിഷയം, അവിടെ ന്യായപ്രമാണ പ്രകാരം 2 സാക്ഷികൾ. ഇപ്പൊ യഹൂദന്മാരായ ഒരു കാര്യം അല്ലെ, ഈ പരീശന്മാരും അവനോട് പറയുന്നുണ്ട്, നീ നിന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നത് വലിയ കാര്യമൊന്നുമില്ല, ന്യായപ്രമാണ പ്രകാരം 2 സാക്ഷികളില്ലാതെ ഒരു കാര്യം അംഗീകരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ കർത്താവ് കൃത്യമായിട്ട് പറയുകയാണ്, ഞാൻ ഉയരത്തിൽ നിന്ന് വന്നവൻ എന്ന് സാക്ഷ്യം പറയുന്ന 2 പേര്, ഒന്ന് ഞാനും ഉണ്ട്, എൻ്റെ പിതാവുമുണ്ട്. ഈ എൻ്റെ പിതാവ് എന്ന് പറയുന്നതാണ് ഇവർക്ക് ഈ പ്രശ്നം. പക്ഷെ കർത്താവ് കൃത്യമായിട്ട് പറയുകയാണ്, എൻ്റെ പിതാവും എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. ഈ പുത്രൻ മുഖാന്തരമാണ് പിതാവിനെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയുള്ളൂ എന്നുള്ള സത്യമാണ് കർത്താവ് ഇവിടെ എടുത്തു പറയുന്നത്. എന്ന് പറഞ്ഞാൽ കർത്താവിനെ കൂടാതെ പിതാവിനെ വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് ഇവർക്ക് കഴിയില്ല, യഹൂദന്മാർക്ക് കഴിയുകയില്ല. അവരെ ദൈവത്തെ പിതാവിനെ അവർ കാണുന്നുണ്ട്, പക്ഷെ പുത്രനായിട്ട് ക്രിസ്തുവിനെ അംഗീകരിക്കുന്നില്ല. അതാണ് അവരുടെ പ്രശ്നം. പക്ഷെ കർത്താവ് കൃത്യമായിട്ട് ആ വിഷയം പറയുന്നു, പിതാവ് അയച്ചിട്ടാണ് പുത്രൻ വന്നത്, പുത്രൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ പോകത്തില്ല. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 22-ാം വാക്യത്തിൽ വരുമ്പോൾ, ലൂക്കോസ് 10:22, എൻ്റെ പിതാവ് സകലവും എങ്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു, പുത്രൻ ഇന്നവനെന്ന് പിതാവല്ലാതെ ആരും അറിയുന്നില്ല, പിതാവ് ഇന്നവനെന്ന് പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുപ്പാൻ ഇച്ഛിക്കുന്നവനും അല്ലാതെ ആരും അറിയുന്നില്ല. അപ്പൊ എത്ര കൃത്യമായിട്ട് കർത്താവ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്, പുത്രൻ ആരെന്ന് കൃത്യമായിട്ട് അറിയുന്നത് പിതാവാണ്.
പിതാവ് ആരെന്ന് മനസ്സിലാക്കുന്ന ആർക്കൊക്കെ പുത്രൻ അറിയാം, പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കാൻ ഇച്ഛിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ച് വാസ്തവമായി മനസ്സിലാക്കണമെങ്കിൽ രക്ഷിക്കപ്പെട്ട വീണ്ടും ജനനം പ്രാപിച്ച ഒരു ദൈവ പൈതലിന് സാധിക്കത്തുള്ളൂ. പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും രക്ഷ പ്രാപിച്ച, വിശ്വാസത്താൽ വീണ്ടും ജനനം പ്രാപിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ പിതാവിനെ വ്യക്തമായി മനസ്സിലാക്കത്തുള്ളൂ. ആ വ്യക്തിക്ക് മാത്രമല്ല, വീണ്ടും ജനനം പ്രാപിച്ച ഒരു വ്യക്തിക്ക് പുത്രനെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുള്ളൂ. പുത്രനെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് പിതാവിനെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് പിതാവിനെ കുറിച്ചുള്ള സത്യം മനസ്സിലാക്കണമെങ്കിൽ ആ പുത്രൻ മുഖാന്തരം അല്ലാതെ സാധിക്കില്ല എന്നുള്ളതാണ് കർത്താവ് രണ്ടാമതായിട്ട് പറഞ്ഞ വിഷയം. 8:14-18. മൂന്നാമതായിട്ട് ദൈവത്തെക്കുറിച്ച് സകലർക്കും വെളിപ്പെടുത്തുന്നു. ഒന്നാമത്തേത് താൻ ദൈവമാണ് എന്നുള്ള അവകാശവാദം അല്ലെങ്കിൽ പ്രഖ്യാപനം. രണ്ടാമത്തേത് വിശ്വാസികൾക്ക്, നമ്മൾക്ക് ദൈവത്തെക്കുറിച്ചുള്ള സത്യം ബോധ്യപ്പെടുത്തി തരുന്നു. മൂന്നാമത്തെ വിഷയം ദൈവത്തെക്കുറിച്ച് സകല മനുഷ്യർക്കും ബോധ്യപ്പെടുത്തുന്നു. ഞാൻ വെളിച്ചമാണ് എന്ന കർത്താവിന്റെ പ്രഖ്യാപനത്തിലുള്ള മൂന്നാമത്തെ വിഷയമാണത്. 12-ാം ഭാഗത്തിൽ തന്നെ പറയുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാവുന്നു. ലോകത്തിന് ദൈവത്തെ മനസ്സിലാക്കുവാനായിട്ട് മുഖാന്തരമായി തരുന്ന വെളിച്ചമാണ് ക്രിസ്തു. അല്ലെ, ക്രിസ്തു മുഖാന്തരമാണ് ലോകത്തിന് ദൈവത്തെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുള്ളൂ. ഇനി അതിന്റെ വിശദീകരണവും അതിന്റെ സംവാദവുമാണ് നമ്മൾ താഴോട്ടുള്ള വാക്കുകളിൽ വായിക്കുന്നത്. വെളിച്ചത്തോട് നമ്മുടെ പ്രതികരണം എങ്ങനെയായിരിക്കണം, അതാണ് ഇവിടെ പറയുന്ന ഒന്നാമത്തെ വിഷയം. അതിന്റെ 12-ാം വാക്യത്തിൽ തന്നെ വായിക്കുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവൻ. അവിടെ കർത്താവ് പറയുന്നത് ഞാൻ വെളിച്ചമായതുകൊണ്ട് എന്നെ അനുഗമിക്കണം. ഇത് ഈ പശ്ചാത്തലത്തിൽ യഹൂദന്മാർക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാവും. ഇവര് മരുഭൂമിയിലൂടെ കർത്താവ് ദീപസ്തംഭമായിട്ട് മുമ്പിൽ പോകുമ്പോൾ ഇസ്രായേൽ ജനം, ഈ ലക്ഷക്കണക്കിന് ആളുകൾ ആ പ്രകാശത്തിലാണ് രാത്രിയുടെ യാമങ്ങളിൽ ഈ മരുഭൂമിയിലൂടെ അവർ സഞ്ചരിച്ചത്. ആ ഓർമ്മയെ പുതുക്കുന്ന കൂടാരപ്പെരുന്നാളിൽ കർത്താവ് ഈ വിഷയം പറയുമ്പോൾ എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കില്ല. കർത്താവ് അവിടെ പറയുന്നത് അവര് കനാൻ ദേശത്തേക്കുള്ള യാത്രയായിരുന്നു അവർക്ക്, അത് ഭൗമിക രാഷ്ട്രമായിരുന്നു. എന്നാൽ കർത്താവ് ഇവിടെ പറയുക ജീവന്റെ വെളിച്ചമുള്ളവനാകും, നിത്യജീവങ്കലേക്ക് ആളുകളെ നയിക്കുന്ന വെളിച്ചമാണ്, ദൈവമാണ് ഞാൻ എന്നുള്ള വിഷയം കർത്താവ് ഓർപ്പിക്കുന്നു. ഇനി അനുഗമിക്കുക എന്നതിന്റെ ആശയം എന്താണ്? ഒന്നാമത്തെ വിഷയം ആശ്രയിക്കുകയും അനുസരിക്കുകയും ചെയ്യുക. അനുഗമിക്കണമെങ്കിൽ ഒന്നാമത് വിശ്വസിക്കണം. കർത്താവിന്റെ പുറകെ പോയാൽ നിത്യജീവൻ പ്രാപിക്കും എന്നുള്ള വിശ്വാസം ഉണ്ടാകണം. ഇത് വാക്കിലുള്ള ഒരു വിശ്വാസമല്ല, പൂർണ്ണമായ ഒരു ഡിപ്പെൻഡൻസ് ആണ്, ആശ്രയമാണ്, ട്രസ്റ്റ് ചെയ്യുകയാണ്. ഈ യാത്രയിൽ എന്തെല്ലാം ദുർഘടങ്ങൾ നമുക്കറിയാം. ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അവർക്ക് വെള്ളത്തിന് ഷോർട്ടേജ് വന്നു, ഫുഡിന് ഷോർട്ടേജ് വന്നു, ഈ മരുഭൂമിയിലെ മൃഗങ്ങളുടെ ശല്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇതെല്ലാം ഉണ്ടെങ്കിലും കർത്താവ് അവരെ സേഫ് ആയിട്ട് അതിനിടയ്ക്കൂടെ നടത്തി. ചെങ്കടൽ കടന്നതും യോർദാൻ കടന്നതും ഒക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ചെങ്കടൽ കടക്കുമ്പോഴും അവരുടെ മുമ്പിൽ പ്രതിസന്ധിയായിട്ട് നിൽക്കുമ്പോൾ അവർ ഈ കർത്താവിൽ ആശ്രയിച്ചു. പിറുപിറുത്ത സമയത്ത് ഇത് സംഭവിച്ചു, അവരതിന്റെ ശിക്ഷ അനുഭവിച്ചു. അപ്പോൾ പുതിയ നിയമത്തിൽ വരുമ്പോൾ കർത്താവ് പറയുകയാണ് എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കില്ല എന്ന് പറഞ്ഞാൽ നിത്യജീവനിലെ പ്രകാശത്തിലേക്ക് നടക്കുമ്പോൾ നമ്മളിൽ നിന്ന് കർത്താവ് പ്രതീക്ഷിക്കുന്നത് പൂർണ്ണമായ ഒരു ആശ്രയവും പൂർണ്ണമായ ഒരു അനുസരണവും. അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ സാന്നിധ്യവും സംരക്ഷണവും നടത്തിപ്പ് നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും. അതാണ് അവിടെ പറയുന്നത്, ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു. ഇത് നമ്മൾ താഴോട്ട് വായിച്ച് വരുമ്പോൾ 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ എന്നെ അറിഞ്ഞു എങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവിനെ നമ്മൾ പിൻപറ്റുമ്പോൾ ശരിയായ നിലയിൽ കർത്താവിൽ വിശ്വസിച്ച് ആശ്രയിച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് പിതാവിനെ അല്ലെങ്കിൽ ദൈവത്തെ വാസ്തവമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. കർത്താവിനെ അനുഭവിച്ചറിയുക, രുചിച്ചറിയുക. നമ്മൾ പാട്ടൊക്കെ പാടാം, ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദ ലോർഡ് ഈസ് ഗുഡ് എന്നൊക്കെ നമ്മൾ പാടാറുണ്ട്. പക്ഷെ കർത്താവിനെ ശരിയായ നിലയിൽ അനുഭവിച്ചറിയുന്ന അനുഭവത്തിലാണ് നമുക്ക് ദൈവത്തെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുള്ളൂ. ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ കരുതൽ, ദൈവത്തിന്റെ നടത്തിപ്പ്, ഇത് മൂന്നും അനുഭവിച്ചിട്ടുള്ള വ്യക്തികൾ ഒരിക്കലും എന്ത് സംഭവിക്കില്ല, വിശ്വാസയാത്രയിൽ ഈ കർത്താവിനെ വിട്ടു പോകുന്ന വഴി അവർക്കുണ്ടാകത്തില്ല. പലപ്പോഴും നമ്മൾ വൈകാരികമായിട്ട് അല്ലെ സൈദ്ധാന്തികമായിട്ട് നമ്മൾ കർത്താവിനെ പിൻപറ്റുന്നത്. നമ്മൾ ക്രിസ്ത്യ വിശ്വാസത്തിൽ ജനിച്ചു, ക്രിസ്തുവിനെ അറിയാം, ക്രിസ്തുവാണ് നമ്മുടെ ദൈവം നമ്മൾ ചിന്തിക്കുന്നു. അതിലുപരി ഒരു ഡിപ്പെൻഡൻസ്, ഒരു ആശ്രയം, ഒരു കമ്മിറ്റ്മെന്റ് പലപ്പോഴും നമുക്ക് ഉണ്ടാകാറില്ല. അതുകൊണ്ട്
ചെറിയ പ്രയാസങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ ലോകത്തിന്റെ വശീകരണങ്ങൾ വരുമ്പോൾ നമ്മളുടെ ട്രാക്ക് തെറ്റിപ്പോകുന്നു. വിവേക ബുദ്ധി നമുക്ക് നഷ്ടപ്പെടും. ഈ ആത്മാവിന്റെ വിവേചന വരം, അത് ആത്മാവിന്റെ പരിശുദ്ധാത്മ നിറവിൽ ലഭിക്കുന്ന ഒരു വരെ വിവേചനം. ഈ വിവേചനം കാര്യങ്ങളെ ശരിയായി പ്രോപ്പറായി അനലൈസ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നമ്മൾ എത്തുന്നത് നമ്മൾ വേണ്ടുവോളം ആശ്രയിക്കാതെ വരുമ്പോഴാണ്. ഇവിടെ 13-ാം വാക്യത്തിൽ, അതായത് 8-ന്റെ-13 വരുമ്പോൾ യേശു കർത്താവ് ലോകത്തിന്റെ വെളിച്ചമാണ് എന്നുള്ള സത്യം, അത് പരീശന്മാർ കർത്താവ് പറഞ്ഞ വാക്ക് അവര് നിഷേധിച്ചു. അവർ പറയുന്നത് 13-ാം വാക്യത്തിൽ, പരീശന്മാർ അവനോട്, നീ നിന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു, നിന്റെ സാക്ഷ്യം സത്യമല്ല. മറ്റേ പാപിനിയായ സ്ത്രീയോട് കർത്താവ് ക്ഷമിച്ചത് അവർ കണ്ടു. അവളോട് ജീവിതത്തിൽ കർത്താവ് പറഞ്ഞത് അവർക്കറിയാം. ഇതെല്ലാം കണ്ടും കേട്ടും ഉപദേശം കേട്ടും വന്നിട്ട് അവർ പറഞ്ഞു, നിന്റെ സാക്ഷ്യം സത്യമല്ല, നിന്നെ ഞങ്ങൾക്ക് വിശ്വാസമില്ല. എന്തെല്ലാം കേട്ടാലും ഹൃദയത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാക്കാത്ത ഒരു കൂട്ടം ആളുകൾ, അവരാണ് പരീശന്മാര്. റിലീജിയസ് റൈറ്റിയസ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ അവർ മതപരമായിട്ട് ഭയങ്കര നീതിമാന്മാരാ, പക്ഷെ ഹൃദയത്തിൽ വിശ്വാസമില്ല, ദൈവാശ്രയമില്ല. അങ്ങനെ നമ്മൾ ആകുവാനായിട്ട് പാടില്ല. ഇതിനകത്ത് 3 പ്രാക്ടിക്കൽ ലെസൺ ഉണ്ട്. അതോടെ പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. 2 മിനിറ്റും കൂടെ ഉണ്ട്. പ്രായോഗികമായ 3 പാഠങ്ങൾ. ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിനാൽ നമുക്ക് ആത്മീക അന്ധകാരത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നു. അതാണ് 1-ാമത്തെ വിഷയം. കർത്താവ് ഇവിടെ പറയുന്ന 1-ാമത്തെ വിഷയം, ഞാൻ ലോകത്തിന് വെളിച്ചമാകുന്നു എന്നതിലെ 1-ാമത്തെ വിഷയം, ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിനാൽ ആത്മീക അന്ധകാരത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നു. ഇത് നിസ്സാരമായ ഒരു വിഷയമല്ല. നമ്മുടെ ജീവിതത്തിലെ ഒരു ചോയ്സ് ആണ്, ഒരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പ് നടത്തി കഴിയുമ്പോൾ ഈ ജീവന്റെ വെളിച്ചം നമ്മളിലേക്ക് വരും. അതൊക്കെ പ്രാപിച്ചവരാണ് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ. പിന്നെ രണ്ടാമത്, ഈ കർത്താവിന്റെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന വിഷയം, നമ്മൾ ആരാണെന്ന് നമ്മൾക്ക് തികഞ്ഞ ബോധ്യം ഉണ്ടായിരിക്കണം. കർത്താവ് പറഞ്ഞു, ഞാൻ പിതാവ് അയച്ചിട്ട് വന്ന പുത്രനാണ്, പിതാവിനെ കുറിച്ച് ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നവനാണ് എന്ന് കർത്താവ് കൃത്യം, ആ ഒരു ഐഡന്റിറ്റി, താൻ ആരാണ് എന്നുള്ള ബോധ്യം കർത്താവിന് ഉണ്ടായത്. അതായത് നമ്മുടെ അസ്തിത്വം സംബന്ധിച്ച് കൃത്യമായിരിക്കുന്ന ബോധ്യം നമുക്ക് ഉണ്ടാകണം. അത് നമുക്ക് ആധികാരികത നൽകും. എന്താ നമ്മുടെ ഐഡന്റിറ്റി, നമ്മുടെ അസ്തിത്വം എന്ന് പറയുന്നത്? എന്താ? നമ്മൾ ദൈവമക്കളാണ്. ഞാൻ എഞ്ചിനീയറാണ്, ഞാൻ ഡോക്ടറാണ്, ഞാൻ വലിയ മാനേജറാണെന്നുള്ളതല്ല നമ്മുടെ അസ്തിത്വം. നമ്മുടെ അസ്തിത്വം ഞാൻ ദൈവത്തിന്റെ മക്കളാണ്, വെളിച്ചത്തിന്റെ മക്കളാണ് നാം. ആ ബോധ്യം നമുക്ക് ഉണ്ടാകണം. അപ്പോൾ അത് നമുക്ക് ആധികാരികത നൽകും. അപ്പൊ ദൈവമക്കൾ എന്നുള്ള ബോധ്യം ഉണ്ടാകണം. സ്വർഗീയ പൗരത്വം സംബന്ധിച്ച ബോധ്യം നമുക്ക് ഉണ്ടാകണം. ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താ? 15-ാം വാക്യത്തിൽ വായിക്കുന്നു, നിങ്ങൾ ജഡപ്രകാരം വിധിക്കുന്നു, ഞാൻ ആരെയും വിധിക്കുന്നില്ല. കർത്താവ് പറയാ, മാനുഷിക ബുദ്ധിപ്രകാരം വിധിക്കുന്നത് ലോക മനുഷ്യരാ, അത് ജഡപ്രകാരമുള്ള വിധിയാ. എന്നാൽ ഒരു ആത്മീകൻ എങ്ങനെ വിധിക്കുന്നു? അവൻ പരിശുദ്ധാത്മാവിന്റെ ഡയറക്ഷനിൽ, നടത്തിപ്പിൽ വിധിക്കുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇനി ഒരു വിഷയം കൂടെ, മനുഷ്യൻ നമ്മളെ അംഗീകരിക്കുന്നു എന്നുള്ളതല്ല പ്രധാന വിഷയം. നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്, നമ്മുടെ ബോധ്യം എന്താണെന്നുള്ള പ്രധാനപ്പെട്ട വിഷയം. കർത്താവിനെ ഇവരെ യഹൂദന്മാർ അംഗീകരിച്ചില്ല, പക്ഷെ കർത്താവിന് കൃത്യമായി ബോധ്യമുണ്ടായിരുന്നു പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ ടെസ്റ്റിമണി ഇവിടെ പറയുന്നത്, പിതാവ് എന്നെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 2 മനുഷ്യരുടെ സാക്ഷ്യം സത്യമെന്ന് നിങ്ങളുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പൊ നമ്മൾക്കും 2 സാക്ഷികളുണ്ട്. നമ്മുടെ സാക്ഷികൾ ആരാ? ഒന്ന് പരിശുദ്ധാത്മാവ്, നാം ദൈവമക്കളെന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. അതൊന്ന്. 2, എഴുതപ്പെട്ട തിരുവെഴുത്ത്. നമ്മൾ ദൈവമക്കളാണ് എന്നുള്ളതിന്റെ 2 സാക്ഷ്യങ്ങളാണ് തിരുവെഴുത്തും പരിശുദ്ധാത്മാവും. അപ്പൊ ഈ ബോധ്യം നമുക്കുണ്ടാകണം. ഈ 2 സാക്ഷികളുടെ ബലം നമുക്കുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ നിത്യതയെക്കുറിച്ച് സംശയിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അപ്പൊ ഈ കാര്യങ്ങളാണ് ഈ 8-ന്റെ 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നാം എങ്ങനെ വിധിക്കണം, ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം. 2, കർത്താവ് ലോകത്തിന്റെ വെളിച്ചമായി വന്നപ്പോൾ എനിക്ക് ലഭിച്ച പ്രിവിലേജ് എന്താണ്? കർത്താവ് ദൈവത്തിന്റെ പുത്രനായിരിക്കുമ്പോൾ ആ ഒരു അവകാശവാദം താൻ ഉന്നയിച്ചു, താൻ അത് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്തു. എന്ന് പറഞ്ഞാൽ തന്നെ എതിർത്തവരുടെ മുമ്പാകെ താൻ അത് ക്ലെയിം ചെയ്തു. ദൈവമക്കളാവുന്ന നമ്മൾ ദൈവമക്കളാണെന്നുള്ള ആ ഒരു പൊസിഷൻ ക്ലെയിം ചെയ്യണം. ചെന്നപ്പോൾ ഞാൻ ദൈവമാണെന്ന്, നമ്മളെല്ലാവരും അങ്ങനെയാണ്, ഞാൻ ദൈവമാനായിട്ട് രക്ഷിക്കപ്പെട്ടവരെന്ന് പറയാം. പക്ഷെ അത് പ്രൂവ് ചെയ്യുവാനായിട്ടുള്ള, അത് ജീവിതത്തിൽ കാണിക്കുവാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം. കർത്താവ് ദൈവപുത്രൻ എങ്ങനെ തെളിച്ചേ? ഈ
പാപിനിയായ സ്ത്രീയുടെ വിഷയം വന്നപ്പോൾ അവരുടെ യേശുവിന്റെ ദൈവത്വത്തെയാണ് അവർ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരുന്നത്. പരീശന്മാർ പരീക്ഷിച്ചത്, ഇവളെ കുറിച്ച് നീ എന്തു പറയുന്നു? ആ ചോദ്യം, നീ ദൈവമെങ്കിൽ ഇവളെ നീ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ളതാണ് ചോദ്യം. ഞങ്ങളുടെ ന്യായപ്രമാണം, അതായത് മോശ ഇങ്ങനെ പറഞ്ഞു, നീ എന്തു പറയുന്നു? കർത്താവ് അധികം ഒന്നും സംസാരിച്ചില്ല, വളരെ ശാന്തമായിട്ട് ഇരുന്നിട്ട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം കല്ലെറിയട്ടെ. അതാണ് കർത്താവിന്റെ വിധി. അതിനുള്ള പരിജ്ഞാനം, ദൈവിക പരിജ്ഞാനം കർത്താവ് അത് ചെയ്തു. ദൈവമക്കളായിരിക്കും നമ്മുടെ പരിജ്ഞാനം തിരുവചനപ്രകാരമുള്ളതായിരിക്കണം. ആത്മീക വചനത്തിന്റെ അടിസ്ഥാന ന്യായപ്രമാണം അവിടെയുണ്ട്, പക്ഷേ ന്യായപ്രമാണം പ്രോപ്പറായിട്ട് ഇന്റർപ്രറ്റ് ചെയ്ത് വേണം വിധി നടപ്പാക്കുവാനായിട്ട്. അതാണ് അവിടുത്തെ ഉദ്ദേശം. രണ്ടാമത്തെ വിഷയം, സെക്കൻഡ് സെക്ഷൻ പറയുന്നത്, കർത്താവ് ലോകത്തിന്റെ വെളിച്ചമായി വന്നത് നമ്മുടെ വീണ്ടെടുക്കുക. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളി, ഞാൻ നിത്യജീവൻ അവൻ പ്രാപിക്കുമെന്ന് കർത്താവ് പറഞ്ഞു. താഴോട്ട് വരുമ്പോൾ അതിന്റെ ക്വാളിഫിക്കേഷനാണ് പറയുന്നത്, നിത്യജീവൻ പ്രാപിച്ചവർ ജഡപ്രകാരം വിധിക്കാതെ ആത്മീകമായി തിരുവചനപ്രകാരം വിധിക്കും. അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തിരുവചനവും പരിശുദ്ധാത്മാവും. ഈ രണ്ട് സാക്ഷികളാണ് നാം ദൈവമക്കളാണ് എന്നതിൻ്റെ സാക്ഷികൾ. ഈ സാക്ഷ്യങ്ങൾ നമുക്കുള്ളത് കൊണ്ട് വിശ്വാസത്തിൽ ദൃഢപ്പെട്ട് ബലപ്പെട്ട് കർത്താവ് ചെയ്തതുപോലെ കർത്താവ് നമ്മളെ ഏൽപ്പിക്കുന്ന ശുശ്രൂഷയിൽ സംയമനത്തോടെ, കൃപയോടെ, കരുണയോടെ, എന്നാൽ അതേസമയം വചനത്തിന് ലംഘനം വരാത്ത വിധം യുക്തമായി കാര്യങ്ങൾ ചെയ്യുവാനായിട്ട്, വിഷയങ്ങൾ കൈകാര്യം ചെയ്യുവാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.